നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ ഇപ്പൊ കാണാൻ വന്നത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ബയോളജി പഠിക്കാൻ വന്നത്, ഇതിന് കാരണമായിട്ടുള്ളത് ആരൊക്കെയാണ്? എന്തിനാണ് ഈ ബയോളജി ഇങ്ങനെയൊക്കെ പഠിക്കണത്? ഈ ചാപ്റ്റർ എന്തിനാണ് പഠിക്കണത്? അതിന് കാരണമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാലോ? ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്സ്. ഇറ്റ്സ് മീ വിദ്യ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ബയോളജി 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ജനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകമാണ് പഠിക്കാൻ പോണത്. മലയാളം മീഡിയംകാർ സൂക്ഷിച്ചോ. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മളിത് നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷും മലയാളവും ഒരേപോലെ ആക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബയോളജി പഠിക്കാൻ കാരണമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഉറക്കമില്ലാതെ രാവും പകലും കഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് അല്ലെ നമുക്ക് ഇന്ന് ഒരുപാട് ടെക്നോളജീസ് ഡെവലപ്പ് ആയതും നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്ന് കിട്ടിയതും. അതേപോലെ നമ്മൾ ഇന്നത് പഠിക്കാൻ കാരണം അതില് ഈ അടുത്ത് 2020 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ 2 ആൾക്കാരാണ് ജെന്നിഫർ എ ഡൗഡ്ന, അത് അവിടെ കാണുന്നുണ്ട്, ആൻഡ് ഇമ്മാനുവൽ ഷാർപെന്റിയർ. ഓക്കെ, ഇവര് രണ്ടുപേരും എന്താണ് ചെയ്തത്? എന്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്? നമുക്ക് നോബൽ പ്രൈസ് കെമിസ്ട്രി പഠിച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നോബൽ പ്രൈസ് കിട്ടി. നമുക്കൊക്കെ നോബൽ പ്രൈസ് വാങ്ങാം. ഭാവിയിൽ നോബൽ പ്രൈസ് വാങ്ങാൻ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കണം ഇവിടെ. ഓക്കെ, അപ്പൊ അവരെന്താ ചെയ്തത്? CRISPR-Cas9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിക്കാണ് അവർ ചെയ്തത്. CRISPR-Cas9 കെമിസ്ട്രിയിലാണ് നോബൽ പ്രൈസ് കിട്ടിയെന്നുണ്ടെങ്കിലും ഈ CRISPR-Cas9 നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ള, നമ്മുടെ ജീൻ എഡിറ്റിംഗിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് ജീൻ എഡിറ്റിംഗ്? ജീൻ എഡിറ്റിംഗ് process which can bring desirable changes in the genes in DNA. നമ്മുടെ DNA-യിലുള്ള, നിങ്ങളാക്കുന്ന DNA-യിലുള്ള ജീൻസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെയാണ് ജീൻ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീൻ എഡിറ്റ് ചെയ്യാം. ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് നിങ്ങളെ മുടി വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ മുടി മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഒരു ടെക്നോളജിയാണ് ജീൻ എഡിറ്റിംഗ്. ലിറ്ററലി ഉണ്ടാക്കാൻ പറ്റുന്നല്ല പറയുന്നത്, ഭാവിയിൽ, അതായത് ഇത് നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ജീനുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. ഇപ്പൊ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ, ഹീമോഫീലിയ, ഇങ്ങനത്തെ അസുഖങ്ങളെ കുറിച്ച് നമ്മൾ ഭാവിയിൽ പഠിക്കും. ഇങ്ങനത്തെ അസുഖങ്ങൾ കൊണ്ട് ജീവിതകാലം മുഴുവൻ, ഇത് ജനിതക രോഗമാണ്, ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അസുഖമാണ്, നമ്മളൊന്നും ചെയ്തിട്ടല്ല, പാരന്റ്സിന്റെ ജീനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അസുഖങ്ങളാണ്. ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പേര് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് വലിയൊരു ആശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ജീനിനെ എഡിറ്റ് ചെയ്തിട്ട് ഈ അസുഖമുള്ള ജീനിനെ മാറ്റി അതിന് പകരം നല്ലൊരാളെ അല്ലെങ്കിൽ പുതിയൊരു ജീനിനെ കൊണ്ടുവയ്ക്കാം. ഇയാൾ ഒരു അസുഖം ഇല്ലാത്ത ഒരാളായി മാറും. ഒരു അസുഖത്തിനുള്ള മരുന്ന്, ഇത്രയും കാലം ഇല്ലാത്തൊരു അസുഖത്തിനുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നായിട്ടാണ് ജീൻ എഡിറ്റിംഗ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അത്രയും വലിയൊരു സംഭവമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അല്ലെ. എത്രയോ കാലങ്ങളായിട്ട് ഒരേ അസുഖം കൊണ്ട് നടക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നോ, ഇത് വന്നു കഴിഞ്ഞാൽ വന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലായിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷ കൊണ്ടുവന്ന 2 ആൾക്കാരാണ് ജെന്നിഫർ എ ഡൗഡ്ന ആൻഡ് ഇമ്മാനുവൽ ഷാർപെന്റിയർ. ഇതിന്റെ യൂസസ്, ജീൻ എഡിറ്റിംഗിന്റെ CRISPR-Cas9 കൊണ്ട് ജീൻ എഡിറ്റിംഗ് ചെയ്താൽ ഉണ്ടാവുന്ന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കാം. ഒന്നാമത്തെ ഉപയോഗം എന്താ? ജനറ്റിക് ഡിസീസ് തെറാപ്പി, ജനിതക രോഗ ചികിത്സ. ഞാൻ ഇപ്പൊ പറഞ്ഞു, നമ്മൾ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾക്ക്, സിക്കിൾ സെൽ അനീമിയ പറഞ്ഞാൽ നമ്മുടെ RBC, റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്തകോശം ഡിസ്ക് ഷേപ്പാണ്. കാരണം ഇതൊരു പൈപ്പ് കൂടെ ഇങ്ങനെ പോണ സാധനമാണ്. ഇതൊരു പൈപ്പ് കൂടെ പോകണം, ഇങ്ങനെ ഇട്ടാൽ ഇതിലൂടെ പോകില്ല, ഈസി ആയിട്ട് പോകും. ഇതിന് പകരം ഇതൊരു ചതുരമാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കൂടെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു അരിവാൾ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കൂടെ ഇവിടെ കുടുങ്ങിയിരിക്കും അല്ലെ. RBCs അരിവാൾ ഷേപ്പ് ആണെന്നാണ് സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു മുറിവായി കഴിഞ്ഞാൽ രക്തം പോയിക്കൊണ്ടേ ഇരിക്കും, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഫാക്ടറിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ ഉള്ളതാണ്. ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറ്റാനുള്ള കഴിവ് ഈ ജീൻ എഡിറ്റിങ്ങിനുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ മാറ്റാൻ സഹായിക്കുന്നുണ്ട്, ക്യാൻസർ ചികിത്സയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതേപോലെ പെസ്റ്റ് ആൻഡ് ഡിസീസ് റെസിസ്റ്റന്റ് ക്രോപ്പ്, അതായത് എന്താണ്, കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ഇത് ഉപകരിക്കും. അതായത് ഇപ്പോ തക്കാളി, അങ്ങനത്തെ തക്കാളി ഉണ്ട്, GM ക്രോപ്സ് എന്ന് പറയും, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സാധനമാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയും. അതായത് കീടങ്ങൾ വരാതിരിക്കാനുള്ള, ഇപ്പൊ ബ്രിഞ്ചോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോട്ടൺ മറ്റേ പരുത്തി, ഈ മറ്റേ കീടങ്ങൾ വന്നത് തിന്നാതിരിക്കാനുള്ള രീതിക്ക്, അല്ലെങ്കിൽ കീടങ്ങൾ ഇതിനെ അട്രാക്ട് ചെയ്യാത്ത രീതിക്ക്, കീടങ്ങൾ വരാത്ത അല്ലെങ്കിൽ അസുഖങ്ങൾ വരാത്ത രീതിക്ക് അതിന്റെ ജീനിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ക്രോപ്പിനെ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ജീൻ എഡിറ്റിംഗിൽ ഉണ്ടാവുന്ന അതിന്റെ യൂസസ്. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇനി വരാൻ പോകുന്നത്. എന്താണ് DNA? ഇപ്പൊ കുറെ നേരമല്ല പറയാൻ തുടങ്ങിയിട്ട് എന്താണ് DNA, ജീന്, ആരാ DNA, എന്താണ് ജീന്, ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത്. ആദ്യം നമുക്ക് DNA എന്താന്ന് പഠിക്കാം. DNA-യുടെ സ്ഥാനം. ഓക്കെ, എവിടെയാണ് ഈ DNA കാണപ്പെടുന്നത്? DNA-ന്റെ വീട് എവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ DNA ആണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ എന്തെങ്കിലും അടി ഉണ്ടാക്കിയ കച്ചറണ്ടാക്കിയൊക്കെ വീട്ടിലെ ആൾക്കാർ പറയൂ അല്ലെ, അച്ഛന്റെ അതേ സ്വഭാവമാണ്, അല്ലെങ്കിൽ അമ്മേന്റെ അതേ സ്വഭാവമാണ് അല്ലെ, അതേ DNA ആണ്, അതേ ജീനാണെന്നൊക്കെ പറയും തല്ലുവിടുന്ന സമയത്ത്.
എന്താണ് ഈ DNA, ഇതിന് എവിടെയാണ് കാണുക എന്നൊക്കെ ഉള്ളതാണ് പറയണേ. നമ്മുടെ സെല്ല് അഥവാ നമ്മുടെ കോശത്തിന്റെ ഉള്ളിലെ ന്യൂക്ലിയസില്, കോശത്തിന്റെ ഉള്ളില്, കോശങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അല്ലെ. ഒരു ചുമര് ഉണ്ടാക്കുമ്പോൾ ആ ചുമര് ഓരോ കട്ടകൾ കൊണ്ട് സിമെന്റ് വെച്ച് തേച്ചിട്ടാണ് ചുമരാവുക. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടികയാണ് എന്ത്, കോശം എന്ന് പറയുന്നത്. ഒരുപാട് കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. കോശത്തിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇതേ കിടക്കുന്നു കണ്ടോ, മർമ്മം. ന്യൂക്ലിയസ് അഥവാ കോശത്തിന്റെ ഉള്ളിലെ മർമ്മത്തില് കണ്ടോ 2 ക്രോമസോം കണ്ടോ, ഇതാണ് ക്രോമസോം. കോശത്തിന്റെ ഉള്ളില്, സെല്ലിന്റെ ഉള്ളില്, ന്യൂക്ലിയസിന്റെ ഉള്ളില് ക്രോമസോം ഉണ്ട്. ഇതാ ഈ ക്രോമസോമിന്റെ ഉള്ളില് കണ്ടോ, ഈ ചിത്രം കണ്ടോ, ഈ ക്രോമസോമിന്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുള്ള സാധനമാണ് ഇതാ DNA. ക്രോമസോമിന്റെ ഉള്ളിൽ അടുക്കി 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 വെച്ചിട്ടുള്ള സാധനമാണ് DNA. അപ്പൊ DNAന്റെ ലൊക്കേഷൻ സെല്ല്, ന്യൂക്ലിയസ്. സെല്ലിന്റെ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിലാണ് DNA കാണപ്പെടുക. അപ്പൊ എവിടെ കാണുന്നത് മനസ്സിലായില്ലേ? ഒരാളെ കുറിച്ച് അറിയുമ്പോൾ അയാളെ വീട് എവിടെയെന്നാണ് നമ്മൾ ആദ്യം പഠിക്കുക. വീട് എവിടെയാ? സെല്ലിൽ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, ക്രോമസോമിന്റെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുള്ള ആളാണ് നമ്മുടെ DNA. ഇനി ഇത് എന്തിനതൊക്കെ പഠിക്കണേ അല്ലെ? എന്താ ഇതിന്റെ ഉപകാരം നോക്കാം. DNA-യുടെ ഘടന നോക്കാം ആദ്യം. ആരാണ് ഇത് കണ്ടുപിടിച്ചത്? കണ്ടുപിടിച്ചത് കൊണ്ടാണല്ലോ അല്ലെ നമ്മൾ ഇതൊക്കെ ഇപ്പൊ പഠിക്കുന്നത് അല്ലെ. കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പഠിക്കല്ല, നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ഒരു പുതിയൊരു ഡിസ്കവറി കണ്ടുപിടിച്ച ഒരാളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടൺ ഇങ്ങനത്തെ ആൾക്കാർ സ്ഥിരം നമ്മളെ പ്രാക്ക് കേൾക്കുന്ന ആൾക്കാരാണല്ലേ. ഇവരൊക്കെ ഇത് ഇയാളെ തലയിൽ ആപ്പിൾ വീണതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇങ്ങനത്തെ ഒരുപാട് ഡിസ്കവറീസ് ഇവരുടെ ജീവിതം മുഴുവൻ ഇതിന് എന്താ പറയാ വെച്ചിട്ട് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഡിസ്കവറീസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ളത് അല്ലെ. ഞാനിപ്പോ നിങ്ങൾ എന്നെ ഈ വീഡിയോ വഴി കാണാനും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് കേൾക്കാനും ഒക്കെ കാരണം ഇതൊക്കെ ഒരാൾ ഒരു കാലത്ത് ഒരു ഡിസ്കവറി ചെയ്തതാണ് അല്ലെ. ഇവരൊക്കെ നമ്മൾ ഒരിക്കലും ഒരു പ്രാകരുത്. ഇവരൊക്കെ അവരുടെ ജീവിതം മുഴുവൻ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് കണ്ടുപിടിച്ച ഓരോ ഡിസ്കവറീസ് ആണ് ഇതൊക്കെ. ഇതിലൊരു സാഡ് സ്റ്റോറി ഉണ്ട് ഇവിടെ ഒരു റോസലിൻഡ് ഫ്രാങ്ക്ലിനെ കാണാം അല്ലെ. ഈ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ് ആക്ച്വലി ഈ DNA-ന്റെ എക്സ്റേ ആദ്യമായിട്ട് എടുത്തത്. DNA-ന്റെ സ്ട്രക്ചർ റിയൽ ലൈഫിൽ ആദ്യമായിട്ട് കണ്ട ആളാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. പക്ഷെ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ജീവിച്ചിരുന്ന സമയത്ത് ഇത് കണ്ടുപിടിച്ചതിന്റെ ഒരു റെക്കഗ്നീഷനും അവർക്ക് കിട്ടിയിട്ടില്ല. മരണശേഷമാണ് ഇവരാണ് ഇതിന്റെ പിന്നിലുള്ള മെയിൻ ഹാൻഡ്സ് എന്നുള്ളത് പോലും മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരുപാട് സാഡ് സ്റ്റോറീസ് ഉണ്ട് ഓരോരോ പുതിയ ഡിസ്കവറീസിന്റെ പുറകിലും. അപ്പൊ DNA-ന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, ജെയിംസ് വാട്സൺ. ആക്ച്വലി ജെയിംസ് നമ്മൾ പഠിക്കുന്നത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കിന്റെ മോഡലാണ് DNA-ന്റെ സ്ട്രക്ചർ. ഡബിൾ ഹെലിക്കൽ മോഡൽ, ചുറ്റുഗോവണി മാതൃക. ഡബിൾ ഹെലിക്കൽ മോഡൽ പഠിക്കണേ, ചുറ്റുഗോവണി മാതൃക. DNA-ന്റെ മോഡൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഹെലിക്കൽ. ചുറ്റുഗോവണി ഇല്ലേ, ഇങ്ങനെ പോണ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ വീട്ടിലും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കാണുന്ന ഒരു ഗോവണി ഉണ്ട്, നമുക്ക് കാണിക്കാം. ഓക്കെ, ഇത് കണ്ടുപിടിച്ചത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. ജെയിംസ് വാട്സൺ ഈ അടുത്താണ് മരണപ്പെട്ടത് കേട്ടോ. ഓക്കെ, ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രൊപ്പോസ്ഡ് ബൈ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഇവർക്ക് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും അതേപോലെ മോറിസ് വിൽക്കിൻസിനും 1962 മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചതുകൊണ്ട്, DNA-ന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതുകൊണ്ട്. ആക്ച്വലി ഇവരിത് കണ്ടുപിടിക്കാൻ കാരണം റോസലിൻഡ് ഫ്രാങ്ക്ലിന്റെയും മോറിസ് വിൽക്കിൻസിന്റെയും അവരൊരു എക്സ്റേ പരീക്ഷണം നടത്തി, കുറെ പരീക്ഷണം നടത്തി എക്സ്റേസ് എടുത്തിട്ട് എക്സ്റേയിൽ നിന്ന് ഫോട്ടോ 51 എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫോട്ടോ 51 എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റേ ആണ്. ഇതിൽ നിന്നാണ് കണ്ടോ DNA-ന്റെ ഡബിൾ ഹെലിക്സ് മോഡൽ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അന്നത്തെ ഒരുപാട് അവരുടെ ഇടയ്ക്കുള്ള ഇഷ്യൂസ് ഒക്കെ കാരണം റോസലിൻഡ് ഫ്രാങ്ക്ലിനെ അന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോഴത്തേനും റോസലിൻഡ് ഫ്രാങ്ക്ലിൻ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് 3 പേർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓർക്കല്ലോ ഡബിൾ ഹെലിക്കൽ മോഡൽ DNA-ന്റെ മോഡൽ ഏത് ചോദിച്ചാൽ ചുറ്റുഗോവണി മാതൃക, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഓക്കെ, ഇനി DNA-ന്റെ ഘടന നമുക്ക് വരയ്ക്കാനുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഈ വീഡിയോയും സെക്കൻഡ് ചാപ്റ്റർ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്കായി. ഓക്കെ, നമ്മൾ ഇത്രയും കലോ ഈ പഠിക്കൂല, നിങ്ങൾ ഓർക്കണം പഠിക്കാത്ത കുട്ടിയാണ് അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്ത കുട്ടിയാണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കളിയാക്കി ഉണ്ടെങ്കിൽ ഈ ഒരു 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ ആരും ആ കളിയാക്കലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, സ്ട്രക്ചർ ഓഫ് DNA-ന്റെ ഘടന വരയ്ക്കാൻ നമ്മൾ DNA ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയും കൊണ്ടാണ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടിച്ചേർന്നിട്ടാണ് ഈ DNA-ന്റെ ചുറ്റുഗോവണി മാതൃക നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് നോക്കാം. ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. Each nucleotide is composed of a deoxyribose sugar, a phosphate group and a nitrogen base. ഒരു ന്യൂക്ലിയോടൈഡ് എത്ര ഓർത്ത് വെച്ചാൽ മതി. DNA-നെ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടികേന്റെ പേരാണ് ന്യൂക്ലിയോടൈഡ്. ഒരു ചുമരുണ്ടാക്കിയ ഇഷ്ടിക ആണല്ലോ, ഇവിടെ ഇഷ്ടികേന്റെ പേരാണ് ന്യൂക്ലിയോടൈഡ്. ഈ ഇഷ്ടിക എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട് ഏതെങ്കിലും ഒന്ന്, ഒരു ഡിയോക്സി റൈബോസ് ഷുഗർ, ഒരു 5 കാർബൺ ഷുഗറും അവിടെ ഉണ്ട്, 5 കാർബൺ പഞ്ചസാര. ഓക്കെ, നൈട്രജൻ ബേസ് ഫോസ്ഫേറ്റ്.
ഇവരെല്ലാരും കൂടെ കൂടി ചേർത്തുണ്ടാക്കിയതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡ് ഈ ചിത്രം വന്നിട്ട് എന്താന്ന് ചോദിക്കും. എന്താ എഴുതേണ്ടത്? ന്യൂക്ലിയോടൈഡ്, വേറെ ഒന്നും എഴുതി വെക്കരുത്. ഓക്കെ, അപ്പൊ ഒരു 5 കാർബൺ തന്നെ വരയ്ക്കണം. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വരടരുത്. 1 2 3 4 5 ആദ്യം ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇപ്പുറത്ത് എന്തിട്ട് കൊടുക്കുക, ഒരു നൈട്രജൻ ബേസ് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇതിങ്ങനെ ഒരുപാട് ഒരു ലോഡ് ആവുമ്പോഴാണ് അതിന് നമ്മൾ DNA സ്ട്രക്ചർ അഥവാ DNA ഘടന വരയ്ക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് ഇഷ്ടിക കേട്ടോ. ഈ ഇഷ്ടിക കൂട്ടിച്ചേർത്ത് സിമെന്റ് തേച്ചിട്ട് വേണം നമുക്ക് DNA ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് പണിക്ക് പോകാം ഗൈസ്. ഇതിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 4 നൈട്രജൻ ബേസ് ഉണ്ട്. ഈ നൈട്രജൻ ബേസ് കണ്ടോ, ഈ നൈട്രജൻ ബേസ് ഇത് മൊത്തം 4 എണ്ണാണ് ഉള്ളത്. ഓക്കെ, 4 നൈട്രജൻ ബേസ് ആണ്. നമുക്ക് മായിച്ചിട്ട് അപ്ലൈ വൃത്തിയാവുള്ളേ. 4 നൈട്രജൻ ബേസ് ആണുള്ളത്. അത് ആരൊക്കെയാണെന്ന് നോക്കാം, പഠിക്കണം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിന്റെ ഗേൾഫ്രണ്ട് ആണ് തൈമിൻ, ഗ്വാനിന്റെ ഗേൾഫ്രണ്ട് ആണ് സൈറ്റോസിൻ. ഇവരിങ്ങനെ കാണും. ഓക്കെ, ഇന്നത്തെ പോലത്തെ ട്രെൻഡ് പോലെ ഇവർ തിരിഞ്ഞൊന്നുമില്ല. ഇവർ സോൾമേറ്റ്സ് ആണ്. അഡിനിൻ തൈമിന്റെ കൂടെ പോകും, ഗ്വാനിൻ സൈറ്റോസിന്റെ കൂടെ പോകും. അപ്പുറത്തെ ആളടുത്തേക്ക് പോകൂല. ഓക്കെ, ഇവരെ കണ്ടു പഠിക്കണം എല്ലാവരും. ഓക്കെ, ഇവര് റിലേഷൻഷിപ്പ് ഗോളാണ്. ഓക്കെ, ഇവരെ കണ്ടു പഠിക്കണം നമ്മൾ. അഡിനിന്റെ കൂടെ തൈമിൻ ഉണ്ടാവും, ഗ്വാനിന്റെ കൂടെ സൈറ്റോസിൻ ഉണ്ടാവുള്ളൂ. ATGC. ഓക്കെ, ഭയങ്കര സോൾമേറ്റ്സ് ആണ് ഇവര്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇത് ഓർത്ത് വെക്കുക. 2 പോയിന്റായി. ന്യൂക്ലിയോടൈഡ് ആരാണ് എന്ന് പഠിച്ചു. നമ്മൾ 2 കപ്പിൾസിനെയും പഠിച്ചു. ഇനി ഇവരെ കൊണ്ട് എന്താണ് ഉപകാരം വരും നോക്കാം. ഇത് ഞാൻ വെറുതെ ഒരു സെറ്റപ്പിന് ഇട്ടതാണ്. ഇത് നമുക്ക് ഇനി വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, ഇതാണ് ശരിക്കും കാണുന്ന DNA ചുറ്റുകോവണി, മറ്റേ കോണി മരുന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട്. ഇതാണ് ചുറ്റുകോവണി മാതൃക. പരീക്ഷയ്ക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരച്ചു വെച്ചാൽ മാർക്ക് കിട്ടില്ല. പരീക്ഷയ്ക്ക് വരയ്ക്കാല്ലോ നമ്മൾ വരയ്ക്കും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഈ ചേട്ടൻ കൂടി ചേർന്നിട്ടാണ്, ഇവരെല്ലാരും കൂടെ കൂടി ചേർന്ന് സിമെന്റ് വെച്ച് തേച്ചിട്ടാണ് എന്തുണ്ടാവുക, DNA ഡബിൾ ഹെലിക്സ് മോഡൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇതിന് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. പറഞ്ഞു തരാം, ഞാനുണ്ടല്ലോ, എന്തിനാ പേടിക്കണേ. ഓക്കെ, ഒരാളെ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മളിവിടെ വരച്ചുണ്ടാക്കാൻ പോണത്. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇതെങ്ങനെ വരച്ചുണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എളുപ്പ വഴിയിൽ പഠിക്കാം. 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ 4 എണ്ണം ഈ സൈഡ് ടെക്സ്റ്റിലുള്ള ചിത്രമാണിത്. ഇതെങ്ങനെ വരയ്ക്കും നമ്മൾ? ആദ്യം നമ്മൾ 4 ആൾക്കാരെ ഇങ്ങനെ അപ്പം ചുട്ടിട്ട് ഇടും. 1 2 3. കുറച്ച് ചൊറുക്കിലൊക്കെ വരയ്ക്കണേ. ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം. ഓക്കെ, ഇപ്പുറത്ത് വരയ്ക്കുമ്പോൾ ഇതേപോലെ വീടുണ്ടാക്കി വെക്കരുത്. വീടിനെ തല കുത്തനെ വരയ്ക്കുക. ഓക്കെ, കണ്ടോ, ഇങ്ങനെ തല കുത്തനെ വരച്ചിടണം. ഇത് കാണുമ്പോൾ നല്ല രസമാവും കേട്ടോ. നിങ്ങളിത് വരയ്ക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുക വെച്ചാല് നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റും. ഞാൻ തന്നെ ഒരു 10 വട്ടം വരച്ചിട്ടാണ് എനിക്ക് തെറ്റാതെ കിട്ടല്. ഞാൻ പഠിച്ച സമയത്ത് കേട്ടോ. ഞാൻ 10ാം ക്ലാസ് പഠിച്ച സമയത്ത് ഈ സാധനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് വരച്ചല്ലോ. ഇനി നമ്മൾ ന്യൂക്ലിയോടൈഡ് ആണ്. ഒരു ന്യൂക്ലിയോടൈഡ് നമ്മൾ എങ്ങനെ വരയ്ക്കുക? എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. വെറുതെ നമ്മൾ തെറ്റിക്കണേ ഇല്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം നമ്മൾ. ഇതാണല്ലോ ഒരു ന്യൂക്ലിയോടൈഡ്. നിങ്ങൾ ഇഷ്ടത്തിന് കുറച്ച് ഞാൻ വരയ്ക്കാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് വലിയ ഭംഗിയില്ലാത്തത് കേട്ടോ. പിന്നെ ഒരു ഓക്കെ, കയ്യൊന്ന് തട്ടി അവിടെ വേറെ വരയൊക്കെ വരും. അതുകൊണ്ടാണ് വലിയ ഭംഗിയില്ലാത്ത. ഞാൻ ഭംഗിക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെ 8 ന്യൂക്ലിയോടൈഡ് നമ്മൾ വരയ്ക്കാം. അടുത്തത്. ഓക്കെ, എഡിറ്റ് ചെയ്യുന്ന ആൾ ഇതിന്റെ സ്പീഡ് ഒന്ന് കൂട്ടി വിടണം പ്ലീസ്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളിത് ഏത് 2x കാണുന്നുണ്ടാവുക. ഓക്കെ, അയ്യോ വലിയ ഭംഗിയൊന്നും ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ക്ഷമിക്കണം. ഇതാണ് ന്യൂക്ലിയോടൈഡ്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു അഡിനിൻ ആരുമായിട്ടേ ചേരുള്ളൂ. അഡിനിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? തൈമിൻ. ഗ്വാനിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? സൈറ്റോസിൻ. അപ്പം അവർക്കൊക്കെ പ്രത്യേക ഷേപ്പ് ഉണ്ട്. നോക്ക്, അഡിനിൻ ഇങ്ങനെയാണ്, ഗ്വാനിൻ ഇങ്ങനെയാണ്, സൈറ്റോസിൻ ഇങ്ങനെയാണ്. അപ്പൊ വരയ്ക്കുമ്പോൾ അതിന് കണക്കാക്കി വരയ്ക്കുക. ഇങ്ങനെയുള്ള ആളുടെ പേര് ഇങ്ങനെ വരും. ഓക്കെ, ഇനി വേറൊരാള് ഇപ്പൊ നമ്മൾ ഗ്വാനിന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ആള് ഇങ്ങനെ കണ്ടോ. ഇവര് ജോയിൻ ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നിങ്ങൾ ഓർത്തു വെക്കാം. കണ്ടോ, ഇവിടെ കണ്ടോ, ഗ്വാനിന്റെ കൂടെ സൈറ്റോസിൻ കണ്ടില്ലേ? ഇതേപോലെ വരച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഇവരൊക്കെ ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഇവരൊക്കെ ഇത് ഇവിടെ നമുക്ക് സൈറ്റോസിൻ കൊടുക്കാം. അതിനനുസരിച്ച് വരയ്ക്കുക നിങ്ങൾ. കണ്ടോ, ഇങ്ങനെ കറക്റ്റ് സീക്വൻസ്. ഇപ്പൊ അഡിനിൻ കഴിഞ്ഞാൽ പിന്നെ ഗ്വാനിൻ എഴുതണം, ഗ്വാനിൻ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അഡിനിൻ എഴുതണം എന്നില്ല. നമുക്കൊരു സീക്വൻസ് ഇപ്പൊ അഡിനിൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളിവിടെ ഇത് അഡിനിൻ ആണെങ്കിൽ ഇത് തൈമിൻ, ഇത് ഗ്വാനിൻ ആണെങ്കിൽ ഇത് സൈറ്റോസിൻ, ഇത് തൈമിൻ ആണെങ്കിൽ ഇത് അഡിനിൻ ആണെങ്കിൽ ഇത് തൈമിൻ,
ഇത് ഗ്വാനിനാണെങ്കിൽ ഇവിടെ ഒരു സൈറ്റോസിൻ വരയ്ക്കണം. അത് നിങ്ങൾ കറക്റ്റ് ഇതേപോലെ തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. അതായത് ഈ ഓർഡർ അഡിനിൻ കഴിഞ്ഞാൽ ഗ്വാനിൻ തന്നെ കൊടുക്കണം എന്നില്ല, തിരിച്ചുവിടാം. സൈറ്റോസിൻ ഇട്ടിട്ട് ഗ്വാനിനൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഫില്ല് ചെയ്യണം. നോക്കി വരയ്ക്കാം നമുക്ക്. കണ്ടോ എന്താ നമ്മൾ ചെയ്തേ? ഓപ്പോസിറ്റ് അല്ലേ, തലകുത്തനല്ലേ വരയ്ക്കുന്നേ? കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇവരെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കണം. അതായത് ഇവിടെ ഉള്ള ആള് ഇവിടെ ഉള്ള ആളായിട്ട് ഇതൊരു കോണിയാണല്ലോ, കോണിന്റെ കമ്പിനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കണ്ടേ? ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ചിത്രം വരച്ചാലേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടെ ഭംഗിക്കുള്ളതാണ് ഇപ്പുറത്തുള്ള ഈ ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഇതാണ് ടെക്സ്റ്റ് ഉള്ളതാണ്, ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുന്ന പോലെ പതുക്കെ പതുക്കെ കാണിച്ചു തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ്. ഇത് നേരെ വരയ്ക്കും, ഇത് ഇങ്ങോട്ട് വരയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യും? തെറ്റിച്ചിട്ട് ഇതേപോലെ തന്നെ സാധാ ഒരു എന്ത് ചെയ്യും? പെന്റഗൺ തന്നെ വരച്ചു വെക്കും. അങ്ങനെ വരയ്ക്കരുത് തല, കാരണം കോണി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്ന കോണിയാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഗ്വാനിന്റെ കൂടെ എപ്പോഴും സൈറ്റോസിൻ വേണം, അഡിനിന്റെ കൂടെ എപ്പോഴും തൈമിൻ വേണം. കണ്ടോ? സൈറ്റോസിൻ തിരിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല, അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ ഗ്വാനിൻ സൈറ്റോസിൻ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഗ്വാനിന്റെ കൂടെ സൈറ്റോസിൻ, സൈറ്റോസിന്റെ കൂടെ ഗ്വാനിൻ, അഡിനിന്റെ കൂടെ തൈമിൻ, തൈമിന്റെ കൂടെ അഡിനിൻ. വേറെ ആളടുത്ത് പോവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് DNA സ്ട്രക്ചർ എങ്ങനെ പരീക്ഷയ്ക്ക് വരാൻ നോക്കാം. ഈ ഡബിൾ ഹെലിക്സ് മോഡലാണ് ഈ കാണുന്നത്. ഇത് വരച്ചു വെച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂല. ഇതല്ല വരയ്ക്കേണ്ടത്. ഇങ്ങനെയാണ് ഇത് കാണാണ്ടാവും. ഇതാണ് ഡബിൾ ഹെലിക്സ് ചുറ്റുകോമണി എന്ന് പറഞ്ഞത്. പരീക്ഷയ്ക്ക് എന്ത് വരച്ചാൽ മാർക്ക് കിട്ടും നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു DNA ഉണ്ടാക്കിയ കട്ടേന്റെ പേരാണ് ന്യൂക്ലിയോടൈഡ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ടാണ് ഒരു DNA ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ 4 ആൾക്കാരെ ആദ്യം വരയ്ക്കാം. ഓർത്ത് വെച്ചിട്ടോ, ഇതേപോലത്തെ 4 ആൾക്കാരെ വരയ്ക്കാം. ഒന്നവിടെ ഉണ്ടല്ലേ, 2, 3, 5 വരന്നെ മതി കേട്ടോ. നിങ്ങളൊരു ഇഷ്ടത്തിന് ഒരു വര എക്സ്ട്രാ ഒന്നും കൂട്ടരുതേ. അതേപോലെ 5 ആൾക്ക് നമ്മളൊരു ഫോസ്ഫേറ്റ് റിംഗ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നൈട്രജൻ ബേസ് വരയ്ക്കണം. നൈട്രജൻ ബേസ് വരയ്ക്കുമ്പോൾ അഡിനിൻ ഇങ്ങനെ വരച്ചു. ഗ്വാനിന് ഇതാണ് ഗ്വാനിൻ. നോക്ക്, ഗ്വാനിൻ ജീന്റെ ബാക്ക് മതി. ഗ്വാനിൻ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡിനിൻ തന്നെ കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഗ്വാനിന്റെ കൂടെ, ഗ്വാനിന്റെ ഗേൾഫ്രണ്ട് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. വേണമെങ്കിൽ നമുക്ക് സൈറ്റോസിനെ വരച്ചു കൊടുക്കാം. അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ആളെ വരയ്ക്കാന്നാണ് ഉദ്ദേശം. നൈട്രജൻ ബേസേ ഇതുണ്ടോ, അഡിനിൻ അവിടെ കൂർത്തിരിക്കുന്ന അഡിനിന്റെ കൂടെ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൈമിൻ ഇങ്ങനെ ആവണം. ഗ്വാനിന്റെ ജി മാരി കണ്ടോ, ഗ്വാനിൻ ഇങ്ങനെയാണ്. സൈറ്റോസിൻ എന്ന് പറയുന്നത് സി മാരിയാണ്. സൈറ്റോസിൻ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വരയ്ക്കാം. ഇവിടെ അഡിനിനെ വരച്ചാൽ അഡിനിന് പെയറായിട്ട് തൈമിൻ എപ്പോഴും വരണം. പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവണ്ട. നമ്മളിപ്പോ ഒരു സൈഡ് വരച്ചു. ഈ സൈഡ് നമുക്ക് ഒരു കോണിന്റെ ഈ ഒരു വശം കേട്ടോ, കോണിന്റെ ഒരു വശം നമ്മൾ വരയ്ക്കണേ. ഇനി ഇവരെങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. വാവ്, തുറന്നിട്ടില്ല, ഇനിയുണ്ട്. ഇവിടെ 4 ആൾക്കാർ നേരെയാണ് വരച്ചത്. ടോമൻ ജെറിയുടെ വീട് മറ്റേ നേരെയാണ് വരച്ചത്. ഇനി വരയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വരയ്ക്കുമ്പോൾ ഈ കോണി തിരിഞ്ഞാണ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ അപ്പുറത്ത് വരയ്ക്കുമ്പോൾ അതിനെന്ത് ചെയ്യാം, നമ്മൾ തിരിച്ചു വരയ്ക്കണം. ഓക്കെ, തിരിച്ചു വരയ്ക്കുക എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കണം. മനസ്സിലായല്ലോ? അങ്ങനെ 4 ആൾക്കാരെ താഴത്തേക്ക് വരയ്ക്കാം. ഇങ്ങനെ 4 ആൾക്കാരെ താഴത്തേക്ക് തന്നെ വരയ്ക്കണേ, തിരിച്ചു വരയ്ക്കരുത് നിങ്ങള്. ഓക്കെ, ഇനി ഇവർക്കുള്ള കൂട്ടുകാരൻ ഇട്ട് കൊടുക്കാം. അഡിനിന്റെ കൂടെ വരുന്നത് തൈമിൻ അല്ലേ വരൂ, ഗ്വാനിന്റെ കൂടെ സൈറ്റോസിൻ അല്ലേ വരൂ. അങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഓരങ്ങൾ ഇട്ടെടുത്തോ. ഓക്കെ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരയ്ക്കണല്ലോ, മറക്കരുതല്ലോ. എല്ലാവർക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി അവരന്ന് ജോയിൻ ചെയ്തും കൊടുത്താൽ സാധനം കിട്ടി. ഓക്കെ, ഇനി ഇവർക്ക് പേര് ചെയ്ത് കൊടുക്കാം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങോട്ട് കൂടെ ഇട്ടെടുക്കാം. അഡിനിന്റെ കൂടെ തൈമിനെ വരൂ, ഗ്വാനിന്റെ കൂടെ സൈറ്റോസിനെ വരുള്ളൂ. ഓക്കെ, സിമ്പിൾ, ഈസി പീസി. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ സൈഡത്തെ ആളെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം, ഇപ്പുറത്തെ സൈഡിൽ വരയ്ക്കുമ്പോൾ തല കുത്തനെ വരയ്ക്കാം. ഫോസ്ഫേറ്റ് ഇടാൻ മറക്കരുത്. അങ്ങനെയൊക്കെ അല്ലെ. മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഒക്കെ ഫോളോ ചെയ്യണം. ഇപ്പൊ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്താണ്, ആദ്യം ലിപ് ബാം ഇടണം, പിന്നെ ലിപ്സ്റ്റിക് ഇടും, പിന്നെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലിപ് ഗ്ലോസ് ഇടും, വേണമെങ്കിൽ ലിപ് ലൈനർ വരയ്ക്കും. അതേപോലെ ഇവിടെ നമ്മളൊന്നും മിസ് ചെയ്യാൻ പാടില്ല. മിസ് ചെയ്താൽ വലിയ രസം ഉണ്ടാവില്ല അവസാനത്തെ ഫൈനൽ റിസൾട്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് ടെക്സ്റ്റിലുള്ള ചിത്രം. കണ്ടല്ലോ, ഇതാണ് ടീച്ചർ ഇവിടെ വരച്ചു തന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ വരച്ച പോലെ മടിയത്തി ആവരുത്. സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് വരച്ചത്. കണ്ടോ, ഫോസ്ഫേറ്റ് റിംഗ് ഉണ്ട് ഇവിടെ, 5 കാർബൺ,
റിംഗ് ഉണ്ട്, അതേപോലെ എന്താ നൈട്രജൻ ബേസ് ഉണ്ട്, ഗ്വാനിൻ, സൈറ്റോസിൻ, ആർഡിനിൻ, തൈമിൻ. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ തല കുത്തനെ വരച്ചിട്ടുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലെ, 5 കാർബൺ തന്നെയാണ്, 6 കാർബൺ ഇല്ല, 5 കാർബൺ ആണ്, 5 കാർബൺ. ഓക്കെ, ഇതാണ് പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടത്. അതാണ് നമ്മളിപ്പോ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. സ്കെയിൽ പെൻസിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കുക. ഞാൻ പറയുമ്പോൾ പെൻസിൽ വെച്ച് വരയ്ക്കുക. എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് മടിച്ചിട്ടേ പേന കൊണ്ട് വരയ്ക്കും. ഇപ്പൊ നോട്ട് എഴുതിയിട്ട് ആൾക്കാരുണ്ട് ഇതിന്റെ പേന കൊണ്ട് വരച്ചിട്ടുണ്ടാവും. പരീക്ഷ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് എങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കുത്തും കുറിയും വരയും വെട്ടലൊക്കെയോ അല്ലാതെ നല്ലൊരു പെൻസിൽ വെച്ച് വരയ്ക്കണേണ്. ഓക്കെ, അടുത്തത് ഈ DNA സൈസ്. ഈ DNA എത്ര ഉണ്ട് ഇത് നോക്കലിട്ടുങ്ങൾ ഞാൻ പറഞ്ഞുതരാം. DNA എത്ര ഉണ്ട് അല്ലെ, DNA വലുതാണോ ചെറുതാണോ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടിക്ക് ഒരു സംശയമുണ്ട്. ഇത്രയും വലിയ DNA കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെ അല്ലെ? നമ്മുടെ കോശം കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല അല്ലെ, കുഞ്ഞാണ്. നമുക്ക് ഇങ്ങനെ നോക്കിയ കോശം, ഇത് കോശം ഒരുപാട് കോശങ്ങൾ കുടിച്ചേർന്നുണ്ടായതാ. മൈക്രോസ്കോപ്പിൽ വെച്ചാൽ നമുക്ക് സെല്ലിന് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് കാണാൻ പറ്റൂ. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോം, ക്രോമസോമിന്റെ ഉള്ളിലാണ് DNA. DNA വലിപ്പം അത് നമുക്ക് നോക്കാം. ഒരു ക്രോമസോമിലുള്ള DNA 5 സെന്റിമീറ്റർ ആണ് വലിപ്പം. ഓക്കെ, 5 സെന്റിമീറ്റർ. 46 ക്രോമസോമാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. എല്ലാം പാടെ കൂട്ടിയ 22 മീറ്റർ അഥവാ 6 അടി. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങളുടെ എണ്ണം 1,00,000 കോടി. വാവ്, 1,00,000 crore. ഏകദേശം കണക്കാട്ടെ പറയണത്. DNA ഓഫ് ഓൾ സെൽസ്, എല്ലാ കോശത്തെയും DNA കൂടെ കുത്തിപ്പെറുക്കി എടുത്തു കഴിഞ്ഞാൽ 67 ബില്യൺ മൈൽസ് ഇൻ ലെങ്ത്, 67 ബില്യൺ മൈലുകൾ ദൂരമുണ്ട്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. കണക്ക് കൂട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഏകദേശം കേപ്പബിൾ ഇനഫ് ടു റാപ്പ് അറൌണ്ട് ദി എർത്ത് ഓവർ 2 മില്യൺ ടൈംസ്. ഭൂമി ഗ്ലോബല, അതായത് ഈ കളിച്ചിങ്ങനെ കിടക്കുന്ന ഇതല്ല, ഒറിജിനൽ ഭൂമിനെ 2 മില്യൺ ടൈംസ് റാപ്പ് ചെയ്യാൻ മാത്രമുണ്ട് നിങ്ങൾ ഒരാളുടെ DNA. ഇത്രയും വലിയ DNA എങ്ങനെ ഇത്രയും കുഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കൊള്ളുന്നു? കുട്ടിന്റെ ചോദ്യം വാലിഡ് ആണ്. മണ്ടൻ ചോദ്യം നല്ല കുട്ടി ചോദിച്ചത്. നോക്കാം, ഇത് പഠിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു ഐഡിയ കിട്ടുക. എത്ര വലിയ സംഭവമാണ് നിങ്ങൾ കൊണ്ടുനടക്കണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇതേ കിടക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്ലൈഡാണ്. നല്ല ഭംഗിയില്ലേ? ഓക്കെ, നല്ല ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ തോന്നില്ല അല്ലേ? നിങ്ങൾ ആർക്കാനും വേണ്ടി പഠിക്കാനല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡൊക്കെ നല്ല ഭംഗിക്ക് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ആരെങ്കിലും രണ്ടാലും ഒരാളും മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും നമുക്ക് ഒരേ മാതിരിയാണ്. അതുകൊണ്ടാണ് 2 പേർക്ക് ഒരേ ചിത്രം ഇട്ടുന്നത്. ഓക്കെ, 2 കൂട്ടരും ഇംഗ്ലീഷ് മീഡിയംകാരെ ശ്രദ്ധിക്കാം, മലയാളം മീഡിയംകാരെ പ്രത്യേകം വെക്കാം. ഓക്കെ, എങ്ങനെ ആരാണ് ക്രോമസോം? എങ്ങനെയാണ് ഈ ക്രോമസോം ഇത്രയും വലിയ ആളെ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ശ്രദ്ധിക്കാം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ക്രോമസോം എന്താണ്, ഏതാണ്, ആരാണ്? ക്രോമസോമിന്റെ ഭാഗമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു ചതുരം നോക്കാം. ഓക്കെ, ഈ ഒരു ചിത്രം തന്നിട്ട് അടയാളപ്പെടുത്താൻ പറയും. ഇതാണ് ക്രോമസോം. ഇങ്ങനെ ഇരിക്കൂലേ? ഇങ്ങനെ ഇരിക്കൂലേ ക്രോമസോം അല്ലെ? രണ്ട് കൈ അങ്ങോട്ടുണ്ട്, 2 കൈ ഇങ്ങോട്ടുണ്ട്. ആ കൈയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ക്രോമാറ്റിഡ്. ഓർത്ത് വെച്ചോ, ക്രോമാറ്റിഡ്. ഈ ചിത്രം തരും. ഇത് ആരാണ് എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ക്രോമസോം എന്ന് എഴുതണം. ഇതിന്റെ ഈ ആംസ്, അതിന്റെ കൈകൾ, അതാരാണെന്ന് ചോദിക്കണം. ക്രോമസോമിന്റെ കൈയിനെ വിളിക്കുന്ന പേര് ക്രോമാറ്റിഡ്. കുട്ടികൾക്ക് പേരിടാം അല്ലെ, ക്രോമാറ്റിഡ്. അതിന്റെ നടുക്കുള്ള സെന്ററിനെ വിളിക്കുന്ന പേര് സെൻട്രോമിയർ. സെന്ററിലുള്ള ആളായതുകൊണ്ട് സെൻട്രോമിയർ. ഇതാണ് ഒരു ക്രോമസോമിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊന്ന് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചിരാം. എന്താ ഇതേ കിടക്കുന്നു, കണ്ടോ? സെൻട്രോമിയർ, ക്രോമാറ്റിഡ്, ക്രോമസോം. ഓക്കെ, മലയാളത്തിൽ അതന്നെ, മലയാളത്തിൽ എഴുതി തന്നെ ഉള്ളൂ. ഇത് കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കയറ് ചുറ്റിപ്പടഞ്ഞ് വെക്കുന്ന പോലെയാണ് DNA. എങ്ങനെയാണ് DNA ഇതിന്റെ ഉള്ളിൽ കൊള്ളണതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. ഓക്കെ, എന്താണ് പ്രൈമറി കോമ്പണൻസ് ഓഫ് ക്രോമസോം? എന്തുകൊണ്ടാണ് ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത്? ഓക്കെ, പുട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കുക? അരിപ്പൊടിയും കൊണ്ട്, അരി പൊടിച്ചിട്ടില്ലേ? അതേപോലെ ക്രോമസോമിന് മെയിൻ ആയിട്ട് ക്രോമസോമിന്റെ പുട്ടിനുണ്ടാക്കിയ അരി പോലെ ക്രോമസോമിന് ഉണ്ടാക്കിയത് ആരാന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രൈമറി കോമ്പണൻസ് ഓഫ് ക്രോമസോം, ക്രോമസോമിന് ഉണ്ടാക്കിയ ആൾക്കാർ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും. മലയാളത്തിൽ തന്നെ കേട്ടോ, DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് ക്രോമസോം ഉണ്ടാവുന്നത്. അതായത് ഇതാണ് DNA. നമ്മൾ വരച്ച മറ്റേ ഡബിൾ ഹെലിക്സിൽ ചുറ്റുകോണി മാതൃകകളിൽ DNA പ്ലസ് ഈ ഉണ്ടകൾ കണ്ടോ? ഈ ഉണ്ട കണ്ടോ? ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ. കണ്ടല്ലോ, ഈ ഉണ്ടകളും കൂടി ചേർന്നിട്ടാണ് ക്രോമസോം ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചേക്ക്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പണി ഭയങ്കര എളുപ്പമാവും. ഓക്കെ, ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും കൊണ്ടാണ്. ഓക്കെ, ക്രോമസോമിന് ഉണ്ടാക്കിയിട്ടുള്ള അരിപ്പൊടി മാരി ക്രോമസോമിന് ഉണ്ടാക്കിയതാണ് DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും.
ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ടോണ്ടാണല്ലോ. ഇവർ 8 ആൾക്കാർ ഒരു സെറ്റാണ്, 8 ആൾക്കാരുടെ ടീമാണ്. ഓക്കെ, ഒരു 8 ആൾക്കാരാണ് ഒരു ടീം. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടി ചേർന്നാണ് ഇരിക്കുക. കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടി ചേർന്നിരുന്നു. കണ്ടു, ജസ്റ്റ് കെട്ടിയതല്ല, കൂടി ചേർന്നാൽ മാത്രം ഇങ്ങനെ 8 ആൾക്കാർ ഇങ്ങനെ 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 കൂടി ചേർന്നിരുന്നാല് അവർ നമ്മളെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താ വിളിക്കുക? ഹിസ്റ്റോൺ ഒക്ടാമർ. അവരെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറും, ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ, 8 ആൾക്കാരായിട്ടുള്ള ഇങ്ങനെ 8 ആൾക്കാർ ഇങ്ങനെ കൂടി ചേർന്നിരിക്കുന്നതും. ആ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റും DNA, ഈ ഡബിൾ ഹെലിക്സ് DNA ഇങ്ങനെ ചുറ്റിയിരുന്നാല് ഇയാളെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. കണ്ടോ, ഇതാണ് ന്യൂക്ലിയോസോം. ഞാൻ എവിടെയോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കണ്ടിരുന്നു ഈ ചിത്രം തന്നിട്ട് ഈ ചതുരത്തിലുള്ളത് ആരാണ് എന്നുള്ളത്. ഓക്കെ, ഈ പ്രീവിയസ് ഇയർ ആണ്, എവിടെയാണ് അറിയാൻ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ചതുരത്തിൽ ഉണ്ടായിരുന്ന ആൾ ആരാണ് എന്ന്. ആരാണ്? ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമിനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹിസ്റ്റോൺ പ്രോട്ടീന്റെ ചുറ്റും പോയിട്ട് DNA കെട്ടിപ്പിടിച്ചു. ഹിസ്റ്റോൺ പ്രോട്ടീനെ DNA കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായതാണ് ന്യൂക്ലിയോസോം. ഓക്കെ ആണല്ലോ, ഇതാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കാല്ലേ. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക. ഇവരെല്ലാരും കൂടെ കണ്ട് ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇങ്ങനെ ചുറ്റി ആ ചുറ്റി ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് എവിടെ ഈ ക്രോമസോമിന്റെ ക്രോമാറ്റിന്റെ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ക്രോമാറ്റിഡ് ആയിട്ട് ഇരിക്കും. അങ്ങനെയാണ് ഇത്രയും വലിയ DNA ഈ കുഞ്ഞ് ക്രോമസോമിന്റെ ഉള്ളിൽ ഒതുങ്ങിയത്, അല്ലെങ്കിൽ ഈ കോശത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോമിന്റെ ഉള്ളിൽ DNA ചുറ്റി പണഞ്ഞ് കിടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കി. ചിത്രം നന്നായി അടയാളപ്പെടുത്താൻ ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത്ര മതി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ കിട്ടും. ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു ഇങ്ങനെ കൂട്ടി കൊടുത്തതാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി തന്നിട്ടുള്ളത്. ക്രോമസോം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? DNA, ഹിസ്റ്റോൺ പ്രോട്ടീൻ. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടി ചേർന്ന് അവരെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA കെട്ടിപ്പിടിച്ചാൽ ഉണ്ടാകുന്ന സാധനമാണ് ന്യൂക്ലിയോസോം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ക്രോമസോം, മനുഷ്യന്മാരെ ക്രോമസോം അല്ലെ. ഞാനൊരു ഫീമെയിലാണ്, ഞാൻ എന്തുകൊണ്ട് ഫീമെയിലായി? വേറൊരാൾ എന്തുകൊണ്ട് മെയിലായി? എങ്ങനെ ആണുങ്ങൾ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ആണുങ്ങൾ ആണുങ്ങളാവുന്നത്? എങ്ങനെയാണ് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാവുന്നത്? എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ക്രോമസോം ഉണ്ട്. ആണുങ്ങൾക്ക് 46 ക്രോമസോം, പെണ്ണുങ്ങൾക്ക് 46 ക്രോമസോം. നമ്മുടെ ക്രോമസോം പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ ചിത്രം കണ്ടോ? ശ്രദ്ധിക്കാൻ ഒരു ചിത്രം സൂം ചെയ്ത് തരാം. ഇതാ കണ്ടോ, ഇങ്ങനെ 22 ജോഡി, മൊത്തം 46 ഇതാണ് നമ്മുടെ ക്രോമസോമിന്റെ എണ്ണം. ഓക്കെ, മൊത്തം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 22 ജോഡി അഥവാ 46 ക്രോമസോം ആണ് മനുഷ്യന്മാർക്കുള്ളത്. ഇതില് 23 ജോഡി 46 ക്രോമസോം. ഓക്കെ, 23 ജോഡി 46 ക്രോമസോം. ഇതില് 22 ജോഡി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെയാണ്. ഓക്കെ, 22 ജോഡി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ്. അതായത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ജോഡി, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, അല്ലാത്ത അങ്ങനെ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ്. അവസാനത്തെ ഒരു ജോഡിയാണ് പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ എന്നുള്ള രൂപത്തില്. ഓക്കെ, സ്ത്രീകൾക്കാണെങ്കിൽ എക്സ് ക്രോമസോം ആണ് ഉണ്ടാവുക. ഓക്കെ, ഇത് ഒരു എക്സും ആയിരിക്കും ഉണ്ടാവുക. പുരുഷന്മാരാണെങ്കിൽ, നിങ്ങൾ പുരുഷന്മാരാവാൻ കാരണം ഒരു എക്സും ഒരു വൈയും ആണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് എന്തുണ്ട്? പുരുഷന്മാർക്ക് ഒരു വൈ ക്രോമസോം ഉണ്ട്, XY. സ്ത്രീകള് 2X ആണ്, X. നമ്മളെല്ലാം കാണാൻ നല്ല ഭംഗിയാവില്ല, എല്ലാം ഒരേപോലെ ആവണല്ലോ, അതുകൊണ്ട് XX. നിങ്ങൾക്ക് ഒരു എക്സും ഉണ്ട്, ഒരു വെറൈറ്റിക്ക് ഒരു വൈയും ഉണ്ട്. ഓക്കെ, നമുക്ക് വൈ ഇല്ല, സാരല്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ മനുഷ്യരിലെ ക്രോമസോമുകൾ ഹ്യൂമൻ ക്രോമസോമിനെ നമ്മൾക്ക് 2 എണ്ണമായിട്ട് തിരിക്കാം. സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ്. ഓക്കെ, സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ് അഥവാ സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും. ഓക്കെ, സ്വരൂപ ക്രോമസോം, സൊമാറ്റിക് ക്രോമസോം, ലിംഗനിർണയ ക്രോമസോമുകൾ. ഓക്കെ, these are the chromosomes that control physical characteristics. നിങ്ങളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ശാരീരിക വിശേഷതകളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? സൊമാറ്റിക് അഥവാ സ്വരൂപ ക്രോമസോമുകൾ. there are 22 pairs. 2 പോയിന്റ് ഉള്ളൂ. ഒന്ന് ഫിസിക്കൽ ക്യാരക്ടർ അഥവാ ശാരീരിക, ഞാൻ പോയിന്റ് ഇട്ടുതരാം, അപ്പൊ അത് അങ്ങനെ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് എളുപ്പമാവുമല്ലോ. ഓക്കെ, ഒന്ന് ഇതാണ് ഫിസിക്കൽ അഥവാ ശാരീരിക സവിശേഷതകൾ നിയന്ത്രിക്കുന്നത്. 1. 2, 22 ജോഡി ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. 22 ജോഡിയാണ് ഉള്ളത്. എ പെയർ ഓഫ്, ഇനി ഓർത്ത് വെക്കേണ്ടതാണ്, എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗെദർ ഫോം എ ഹോമോലോഗസ് ക്രോമസോം. ഹോമോ, ഹെറ്ററോ. ബയോളജിയിൽ ചില വാക്കുകളുണ്ട്. ഇപ്പൊ കണക്കാണെങ്കിൽ നമുക്ക് ഹരണം, ഗുണനം, മൈനസ് ചെയ്യാം, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് അല്ലെ പഠിക്കാൻ ഒരു ബേസ് അറിയാത്ത ഒരാൾക്ക് അത് പിന്നെ ബുദ്ധിമുട്ടാവും. അതേപോലെ ബയോളജി നമുക്ക് കുറച്ച് എന്തുണ്ട്, ബേസ് വാക്കുകൾ പഠിക്കാണ്ട്. ബയോളജി നല്ല ചില വാക്കുകൾ ഇങ്ങനെ
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആന്റീരിയർ ഫ്രണ്ട് ഭാഗം, പോസ്റ്റീരിയർ പുറകുവശം. അതേപോലെ ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ, ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്. അപ്പൊ ഇവിടെ പറയുന്നത് അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടില്ലേ, നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഈ ഹോമോ ഹെറ്ററോ ഇനി എവിടെ കണ്ടാലും ഹോമോ എന്ന് പറഞ്ഞാൽ ക്രോമസോമിന് മാത്രമല്ല ഓർക്കേണ്ട, ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ, ഓക്കെ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം, ഓക്കെ, ഓപ്പോസിറ്റ്, വ്യത്യസ്തം എന്നുള്ളത് ഓർത്ത് വെക്കാം. എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗെദർ ഫോം എ ഹോമോലോഗസ് ക്രോമസോം. ഇവരൊക്കെ നമ്മൾ ഒരുപോലുള്ള ക്രോമസോംസ് ആണ്. ഇവർ നമ്മൾ ഹോമോലോഗസ് ഐഡന്റിക്കൽ ആണ്, ഹോമോലോഗസ് എന്ന് വിളിക്കും. വൺ ഓഫ് ദീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് ദി അതർ ഇൻഹെറിറ്റഡ് ഫ്രം ദ ഫാദർ. അതായത് ഇപ്പം രണ്ടുപേര്, ഇപ്പൊ ഇതൊരാള്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടായി എന്ന് വിചാരിക്കാം, ഓക്കെ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല് ഇതൊരാളുടെ ക്രോമസോമാണ് വിചാരിച്ചോ. 22 രണ്ടുപേർക്കും ഒരേപോലെയാണ്. ഇത് വേറൊരാള്, ഇത് അമ്മേന്റെ ക്രോമസോംസ് ആണെന്ന് വിചാരിക്കുക, ഓക്കെ. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇത് അച്ഛനായതുകൊണ്ട് അച്ഛന് XY ആയിരിക്കും, അമ്മയ്ക്ക് XX ആയിരിക്കും. ഇതാണ് ഇവരുടെ ക്രോമസോമിന്റെ എണ്ണം, ഓക്കെ. രണ്ടുപേർക്ക് 46 ക്രോമസോം ഉണ്ടായാലും 22 ഹോമോലോഗസ് ക്രോമസോംസ് ആണ്, പേയേഴ്സ് ആണ്. ഇപ്പൊ ഒന്നാമത്തെ ക്രോമസോം നോക്കിക്കോ, അച്ഛന്റെ ഇതും കിട്ടും, അമ്മയുടെ ഇതും കിട്ടും. ഇങ്ങനെ ഈ ഹോമോലോഗസ് ക്രോമസോംസിന്റെ മനസ്സിലായില്ലേ, ഇങ്ങനെ രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസ്. ഇപ്പൊ ഹൈറ്റ് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ, ഒരു ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈറ്റ് നിർണ്ണയിക്കുന്ന ജീനുള്ള ഒരു ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ, അത് അമ്മയ്ക്കും ഉണ്ടായിരിക്കും അച്ഛനും ഉണ്ടായിരിക്കും ഹൈറ്റ് നിർണ്ണയിക്കുന്ന ഉള്ള സാധനമുള്ള ഒരു ക്രോമസോം. അതിൽ അച്ഛന്റെ ഒന്നും കിട്ടും, 2 ഉണ്ടല്ലോ അച്ഛന്റെ ഒന്നും കിട്ടും, അമ്മയുടെ ഒന്നും കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരുടെയും കൂടി ഒരു മിക്സ് ആയിട്ട്, നമ്മളെല്ലാവരുടെ ഒരു മിക്സ് ആയിട്ട് വരാൻ കാരണം. ഐഡന്റിക്കൽ ക്രോമസോംസ്, ഈ ഹോമോലോഗസ് ക്രോമസോംസ് 2 ഉണ്ട്, അമ്മയ്ക്ക് 2 ഉണ്ട്, അച്ഛന് 2 ഉണ്ട്. ഒരു ഫാക്ടറിനെ നിയന്ത്രിക്കുന്നതായിരിക്കും, ഓക്കെ. ഇപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനാണെങ്കിൽ അച്ഛന്റെ ഒരു ക്രോമസോം, അമ്മയുടെ ഒരു ക്രോമസോം കിട്ടി. നിങ്ങൾ വേറെ പുതിയൊരു ക്രോമസോം ആയിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ വരുമ്പോൾ വേറെ പുതിയൊരു ക്രോമസോം ആയിട്ടായിരിക്കും, അതായത് ഇത് രണ്ട് കൂടുതൽ, അതാണ് നിങ്ങളൊരു മിക്സ് ആയിട്ട് വരുന്നത്, ഓക്കെ. ഇനി സെക്സ് ക്രോമസോമിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇവിടെ എന്താണ്, സെക്സ് ക്രോമസോം 2 തരത്തിലാണുള്ളത്. 2 തരത്തിലാണ് ഏതൊക്കെയുള്ളത്, ഒരു എക്സും ഉണ്ടായിരിക്കും, എക്സ് ക്രോമസോമും ഉണ്ട്, അതേപോലെ വൈ ക്രോമസോമും ഉണ്ട്, അല്ലെ. എക്സും ഉണ്ട്, അതേപോലെ വൈയും ഉണ്ട്. ദ വൈ ക്രോമസോം ഇസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ എക്സ് ക്രോമസോം. ചിത്രം നോക്ക്, എക്സിനേക്കാൾ ചെറുതാണ് അല്ലേ, വൈ എപ്പോഴും എക്സിനേക്കാൾ ചെറുതായിരിക്കും, ഓക്കെ. പിന്നെന്താ, ദി SRY ജീൻ ഓൺ ദ വൈ ക്രോമസോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദി എംബ്രിയോ. ഒരു കുട്ടി എംബ്രിയോ ആവുമ്പോൾ, അതായത് നമ്മുടെ അമ്മേന്റെ വയറിലിരിക്കുന്ന സമയത്ത് വൈ ക്രോമസോം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ടെസ്റ്റിസ് ഡെവലപ്മെന്റ് നടക്കുള്ളൂ, ഓക്കെ. മെയിലിന് വൈ ക്രോമസോം ഉണ്ടെങ്കിൽ ടെസ്റ്റിസ് ഡെവലപ്മെന്റ്, അതുകൊണ്ടാണ് മെയിലിന് ടെസ്റ്റിസ് ഉണ്ടാവുന്നത്. കാരണം ടെസ്റ്റിസ് ഉണ്ടാവാൻ കാരണം വൈ ക്രോമസോമിലുള്ള SRY എന്ന ജീനാണ്, ഓക്കെ. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ഇറക്കാം നമുക്ക്, ഓക്കെ. ഇത് നമുക്ക് ഇതിലെല്ലാം കൂടെ പറഞ്ഞു തീർക്കാനുള്ള സമയമല്ലല്ലോ. അപ്പം ഈ SRY ജീന് നമ്മളൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. എല്ലാവരും സ്ത്രീകളായിട്ടാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ വയറിലിരിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് പോയിന്റിൽ എല്ലാവരും സ്ത്രീകളാണ്, പിന്നെയാണ് പുരുഷനാണോ സ്ത്രീയാണോ തീരുമാനിക്കുന്നത് എന്ന്. ഈ ഒരു ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ഇല്ലേ? കമന്റിൽ പറയണേ. എന്നിട്ട് നമുക്കൊരു വീഡിയോ ഇറക്കാം, ഇത് എന്താണ്, ഇതിന്റെ സയൻസ് എന്താണ്, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഷോർട്സ് ആയിട്ട് ഇറക്കാം. അപ്പൊ അതെന്തായാലും പോയി കാണാം എല്ലാവരും. ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഇറക്കാം. നമുക്കിത് സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാം, നിങ്ങൾ ഓർത്ത് വെക്കട്ടെ, നിങ്ങൾ ആലോചിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടേ, നമുക്ക് നോക്കാം ആരാണ് ശരി എന്നിട്ടോ, ഓക്കെ. ശരിയായ ആൾക്കാരോട് നമുക്ക് ഷാദിൽ സാറിന് പറഞ്ഞിട്ട് ഗിവ് അവേ വെക്കാം, ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം തരാം, ഓക്കെ. ഉറപ്പെന്ന് പറയുന്നില്ല, നമുക്ക് നോക്കട്ടോ, ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്, SRY ജീൻ എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി ഈ ഒരു സാധനം ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഇവിടെ നമുക്കൊരു ഇതുണ്ട്, ഫീമെയിലിന്റെ മെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാനുള്ളത്. ഇതൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്കാകുമ്പോൾ 44 ഹോമോലോഗസ് ക്രോമസോമോ പ്ലസ് ഒരു എക്സും ഉണ്ടായിരിക്കും, 2 എക്സ് ഉണ്ടാവും അല്ലെ സ്ത്രീകളായതുകൊണ്ട്. പുരുഷനാണെങ്കിൽ 44 പ്ലസ് ഒരു എക്സും ഒരു വൈയും ഉണ്ടായിരിക്കും. വൈ ഈസ് സ്മോളർ ദാൻ എക്സ് എന്ന് ഓർത്ത് വെക്കുക, എഴുതുമ്പോഴല്ല, ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 44 പ്ലസ് XX, പുരുഷന്റെ ആണെങ്കിൽ 44 പ്ലസ് XY. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ്, 2 കൂട്ടർക്കും മൊത്തം എത്ര ക്രോമസോം ഉണ്ട്, 46 ക്രോമസോം ഉണ്ട്. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം മൊത്തം എത്രയാണ്, 44 എണ്ണം അതിൽ സൊമാറ്റിക് ക്രോമസോംസ് ആണ്. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം ലിംഗനിർണ്ണയ ക്രോമസോം എന്ന് പറയുന്നത് 2 കൂട്ടർക്ക് 2 പേരാണ്. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഒരു എക്സും ഉണ്ടായിരിക്കും, ഒരു വൈ ഉണ്ടായിരിക്കും, ഒരു എക്സ് ഉണ്ടായിരിക്കും, പുരുഷനാണെങ്കിൽ ഒരു എക്സ് ഉണ്ടായിരിക്കും, ഒരു വൈ ഉണ്ടായിരിക്കും. സിമ്പിൾ. ജനറ്റിക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ ഇസ് ഈക്വൽ ടു 44 പ്ലസ് XX. നിങ്ങൾ ആരാന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തീരുമാനമല്ലോ, മറ്റേതിന് കിട്ടുമല്ലോ. നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് XX ആണ്, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ XY ആണ്, ഓക്കെ. മെയിൽ ചോദിച്ചാൽ 44 പ്ലസ് X, വെറും XY എന്നോ XX എന്നോ എഴുതി വെക്കരുത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ക്രോമസോമിന്റെ എണ്ണം, ഹോമോലോഗസ് അല്ലെങ്കിൽ സൊമാറ്റിക് സ്വരൂപ ക്രോമസോം പ്ലസ് സെക്സ് ക്രോമസോം ലിംഗനിർണ്ണയ ക്രോമസോം.
കഴിഞ്ഞില്ല അല്ലെ. അടുത്തതാണ് ജീൻ. എന്താണ് ജീൻ? DNA പറഞ്ഞു. അപ്പൊ ആരാ ജീൻ? ആരാ? ഇത് രണ്ടും പറയല്ലേ വീട്ടുകാർ ചേർത്ത് വിളിക്കുമ്പോ? അച്ഛൻ്റെ അതേ ജീനാണ്, അച്ഛനെ അതേ DNA ആണ്, അല്ലെങ്കിൽ അമ്മയുടെ അതേ ജീനാണ്, അമ്മേന്റെ അതേ DNA എന്ന് പറയും. അപ്പൊ എന്താ ജീനും DNA തമ്മിലുള്ള വ്യത്യാസം എന്താ? പഠിക്കാം. ജീൻ എന്ന് പറയുന്നത്, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA. DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണി. ന്യൂക്ലിയോടൈഡ് ആരാ? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോ കണ്ണിൽ വരേണ്ട ചിത്രമാണ് ഏത്? ഞാൻ നേരത്തെ കുത്തിരുന്ന് വരച്ചെന്ന സാധനം കണ്ടോ? ഈ സാധനം. ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് നമ്മൾ ഒരുപാട് DNA വലിപ്പമൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഭൂമിന് ചുറ്റാന്നൊക്കെ പറഞ്ഞിട്ട് വലയം വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറച്ച് ന്യൂക്ലിയോടൈഡിന്റെ ശ്രേണി, അപ്പൊ ഒരുപാട് ന്യൂക്ലിയോടൈഡ് ഉണ്ടല്ലോ, ഒരുപാടില്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, അതുകൊണ്ടാണ് 40 പേർക്കും 40 റോൾ നമ്പർ തരുന്നത്. എന്റെ ഒരു പ്രൊജക്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ 40 പേരുള്ള ക്ലാസ്സിന് 8 പേര് അങ്ങനെ കണക്കാക്കും അല്ലെ. അതേപോലെ ജീൻ എന്ന് പറയുന്നത് DNA കണ്ടോ, ഈ DNA ഇങ്ങനെ കണ്ടോ, ഈ ചിത്രം കണ്ടോ, ഇങ്ങനെ ഒരു ഗോവണി ഇങ്ങനെ പോവാണ്. അതിലൊരു ഇത്ര ഭാഗമാണ് ഒരു ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇത്ര ഭാഗമാണ് ഒരു ജീൻ. ഈ ചിത്രം കണ്ട, ചിത്രം നോക്കുക, കണ്ടോ, ഇതിങ്ങനെ പോവുണ്ട്. ഇത്ര ഭാഗം ഒരു ജീൻ, ഇത്ര ഭാഗം മറ്റൊരു ജീൻ. ഈ ന്യൂക്ലിയോടൈഡ് ശ്രേണി എന്ന് പറയാൻ കാരണം കണ്ടോ, ഇതുണ്ട് സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, അഡിനിൻ, തൈമിൻ, അഡിനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, ഇങ്ങനെ പോകുകയാണിത്. ഇത് ഓരോ ജീനിനും ഈ സീക്വൻസ് വ്യത്യാസമുണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കണം. ഓരോ ജീനിനും ഇത് വ്യത്യാസമുണ്ട്. ഈ സൈറ്റോസിന് ഇപ്പുറത്ത്, ഈ ഗ്വാനിന് ഇപ്പുറത്തും മാറിപ്പോയാൽ ജീനിന്റെ ഫംഗ്ഷൻ മാറി, ജീൻ ആള് മാറി. അപ്പൊ ജീൻ എന്താന്ന് മനസ്സിലായല്ലോ. എന്താണ് DNA? അതായത് ന്യൂക്ലിയസ്, സെല്ലിന്റെ ഉള്ളിൽ, കോശത്തിന്റെ ഉള്ളില്, മർമ്മത്തിന്റെ ഉള്ളില്, ക്രോമസോമിന്റെ ഉള്ളിൽ കിടക്കുന്ന DNA വല്ല കാര്യമുണ്ടോ? പിന്നെ എന്താക്കി മാറ്റി? ജീനാക്കി മാറ്റി. എന്തൊരു കഷ്ടം നോക്കണം അല്ലെ. എന്താ ജീനിന്റെ പണി? എന്താ? നിങ്ങൾ പിന്നെ നോക്കിയിരിക്കുമ്പോൾ കണ്ണാടിക്ക് നോക്കിക്കോളി. നിങ്ങൾ ആരെ പോലെയാ? നിങ്ങളെ മുടി ആരെ പോലെയാ? നിങ്ങളെ പുരികം ആരതാണ്? നിങ്ങളെ സ്കിൻ കളർ ആരതാ? നിങ്ങളുടെ നഖം ആരെ പോലെയാണ്? ചുണ്ടാരുടെ പോലെയാണ്? ഇതൊക്കെ നിങ്ങളുടേതായ ഒരു യുണീക്ക് ഫാക്ടർ ആണ് അല്ലെ. അതായത് ഇപ്പൊ അച്ഛന്റെ കുറച്ച് സാധനങ്ങൾ, അച്ഛന്റെ ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അമ്മയുടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ മുടി ഒരു പ്രത്യേക തരം സ്ട്രക്ചറാണ്. നീണ്ട സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കാം, അത് ചിലരുടെ കേളി ഹെയർ ആയിരിക്കാം, ചിലരുടെ വേവി ആയിരിക്കാം, ചിലരുടെ ഹെയർ ഫ്രിസി ആയിരിക്കാം. നമുക്ക് എക്സാമ്പിൾ വെച്ച്, ബെസ്റ്റ് എക്സാമ്പിൾ മുടി വെച്ച് പറയാം. നിങ്ങളുടെ മുടി അങ്ങനെ ആവാൻ ഈ ജീന് ഓരോ നമ്മുടെ ജീനിന്റെ പണി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കലാണ്. ഇത് പറയാനാ അപ്പൊ ഇത്രയും പറഞ്ഞുണ്ടാക്കിയല്ലേ. ജീനിന്റെ പണി ഉണ്ടാക്കൽ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, ഈ പ്രോട്ടീൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കണം ഇങ്ങനെ നോക്കി നടത്തുന്ന ആളാണ് ജീൻ. ഓക്കെ, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ മാനേജർ ആണ് ആര്? ജീൻ എന്ന് പറയുന്നത്. ജീൻ പറയും ആരെവിടെ എന്തുണ്ടാവണം, ആരെങ്ങോട്ട് പോകണം, നിങ്ങളെ മുടി എങ്ങനെ ആവണം, അല്ലെ നിങ്ങളെ ചുണ്ട് എങ്ങനെ ആവണം, നിങ്ങളുടെ മുഖം എങ്ങനെയാവണം, സ്കിന്നിന്റെ കളർ എങ്ങനെയാവണം എന്നൊക്കെ ജീൻ പറയും. ആ പണി പ്രോട്ടീൻ എടുക്കുമ്പോഴാണ് നിങ്ങൾ ഓരോ കോലമായിട്ട് മാറുന്നത്. മേക്കിംഗ് യു ഹൂ യു ആർ. നിങ്ങളാക്കുന്ന ആളാണ് ജീന്. ഇതാ ഇവൻ ചില്ലറക്കാരനല്ല, ഇവനാണ് എല്ലാം. അതായത് നിങ്ങളുടെ ഓരോ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതും കൺട്രോൾ ചെയ്യുന്ന ആള്. ഞാനിത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണത്, ഇത് നമ്മൾ റിവിഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെ വെറുതെ അങ്ങനെ ഓടി പറഞ്ഞു പോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ബയോളജി ഇഷ്ടപ്പെട്ട് അറിഞ്ഞു പഠിക്കുക എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ ക്ലാസ് ബെറ്റർ ആവണം എന്നുള്ളത് അല്ലെ. അപ്പൊ അതായത് ഐ മീൻ നിങ്ങൾക്കും കൂടെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. ഒരു മടിയും കാണിക്കേണ്ട, നിങ്ങൾ പറയാം ടീച്ചർ എത്ര എക്സ്പ്ലെയിൻ ചെയ്യണ്ട, അല്ലെങ്കിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, സ്ലൈഡ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായാൽ കൊള്ളാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചിത്രം ആഡ് ചെയ്താൽ കൊള്ളാം, നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും താഴെ അറിയിക്കുക. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റും. അപ്പോഴേ നിങ്ങൾക്ക് പിന്നെ എൻജോയ് ചെയ്തത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, കാണുന്ന ആൾക്കാർ എന്തായാലും കമന്റ് ഇട്ട് അറിയിക്കാം. ഓക്കെ, ഇനി ഒരാളെ കൂടെ ഇപ്പൊ ജീനിന്റെ പണി നമ്മൾ പഠിച്ചോർത്ത് വെക്കണേ, മറക്കരുതേ. ജീന് പ്രോട്ടീൻ ഉണ്ടാക്കുക. ജീനിന്റെ പണി എന്താ? പ്രോട്ടീൻ ഉണ്ടാക്കുക. പ്രോട്ടീനാണ് നിങ്ങളാക്കണത് അല്ലെ. എന്തരേ പ്രോട്ടീന്റെ ഒക്കെ ഒരു പണി? DNA പഠിച്ചു നമ്മള്. DNA ഫുൾ ഫോം എന്താ? പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാൻ പറഞ്ഞു. DNA ഫുൾ ഫോം ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ട് 2 സ്ട്രാൻഡ് ആണ്, 2 സ്ട്രാൻഡ് ഉണ്ട്. അപ്പൊ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA ഫുൾ ഫോം ആണ് റൈബോ ന്യൂക്ലിക് ആസിഡ്. മലയാളത്തിലേക്ക് എഴുതാട്ടോ, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇത് നോക്ക്, ഈ ചിത്രം കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ഇതൊക്കെ ഈ ചിത്രം കേട്ടോ, ഈ ചിത്രം എന്താ അതിന്റെ പ്രത്യേകത? ഒറ്റ കോണിയുള്ളൂ, ഒറ്റ പിടിയുള്ളൂ. DNA 2 പിടി പിടിച്ച് കയറാം. 2 സ്ട്രാൻഡ് ആണ്.
RNAക്ക് എത്ര സ്ട്രാൻഡ് ഉള്ളൂ? നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ഇഴകളുടെ എണ്ണം. RNAക്ക് ഒന്നുള്ളൂ മക്കളെ, പാവം അല്ലേ? RNA കുറച്ച് ദാരിദ്ര്യത്തിലാണ്. DNA എത്ര ഉണ്ട്? 2 ഉണ്ട്. കൊച്ചുകള്ളൻ. പഞ്ചസാര തന്മാത്രയുടെ തരം. DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ടൈപ്സ് ഓഫ് ഷുഗർ മോളിക്യൂൾ. DNA-യിലുള്ള ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് ഷുഗർ. അതുകൊണ്ടാണ് അതിന്റെ പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. പഞ്ചസാര ഡിയോക്സി റൈബോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗർ. അതാണ് DNA-യിലുള്ളത്. ഓക്കെ, ഇനി RNA-യിലുള്ളത് വെറും റൈബോസ് ഷുഗർ. പേര് തന്നെ ഉണ്ട് ഉത്തരം. DNA-യുടെ ഫുൾ ഫോം എന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ അതിന്റെ ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് 2 ഉണ്ട്. RNA-യിലാണെങ്കിൽ ജസ്റ്റ് റൈബോസ് ഷുഗർ. ഓക്കെ, നൈട്രജൻ ബേസ്. ഇതാണ് കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. ഇത് നോക്കാം. അഡിനിൻ, സൈറ്റോസിൻ, ഗാനിൻ, അഡിനിൻ. തൈമിനെവിടെ? ഞാൻ നേരത്തെ സോൾമേറ്റ് ആണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് തൈമിനെവിടെ? അഡിനിൻ യുറാസിൽ. തേച്ചു. അവിടെ അഡിനിനും തൈമിനും. ഇവിടെ ആരായി? അഡിനിനും യുറാസിലുമായി. എന്തല്ലേ? പക്ഷേ ശ്രദ്ധിക്കണം, തേച്ചിട്ടൊന്നുമില്ല. DNA-യിലുള്ള അഡിനിന്റെ കൂടെ തൈമിനെ വരും. ഒരു സോൾമേറ്റിനെയാണ് ഞാൻ വെറുതെ പറഞ്ഞത്. DNA-ന്റെ കൂടെ, DNA-ന്റെ ഉള്ളത്തെ ആൾക്കാരെ പറയുന്നുണ്ടെങ്കിൽ അഡിനും തൈമിനും തെറ്റില്ല മക്കളെ. ഒരു അങ്ങനെ തന്നെയാണ്. RNA-യിൽ വരുമ്പോ അത് വേറൊരു ടീമാണല്ലോ, വേറൊരാളാണ്. RNA-യിൽ വരുമ്പോ അഡിനിൻ എന്താണ്? യുറാസിലുമായിട്ട് പെയർ ചെയ്യും. ഓക്കെ, അപ്പൊ RNA-യിൽ യുറാസിലാണ് വില്ലൻ അല്ലേ? തൈമിൻ പാവം. അത് അപ്പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വേണ്ട. ഓക്കെ, അപ്പം DNA-യിലുള്ള നൈട്രജൻ ബേസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA-യിൽ വരുമ്പോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. തൈമിന് പകരം യുറാസിൽ വരും. ഓക്കെ, തൈമിന് പകരം യുറാസിൽ വരും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. RNA-യില് തൈമിന് പകരം യുറാസിൽ. RNA യുറാസിൽ, RNA-യില് യുറാസിൽ. DNA-യില് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNA-യില് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNA-യിലാകുമ്പോ തൈമിന് പകരം യുറാസിൽ വരും എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. RNA-ന്റെ DNA-ന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് അവിടെ അത്രയും ഭാഗം തീർന്നിട്ടോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രോട്ടീൻ സിന്തസിസ്. ആരാ പ്രോട്ടീൻ ഉണ്ടാക്കണേ? നേരത്തെ ഒരാളെ പറഞ്ഞാരാ? ജീൻ അല്ലെ? ജീനിന്റെ പണിയാണ് എന്ത്? പ്രോട്ടീൻ ഉണ്ടാക്കല്. ജീനാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഇത് ഇങ്ങനെയൊക്കെ പണി പറഞ്ഞു കൊടുക്കുന്ന ആള്, അതിനെ നിയന്ത്രിക്കുന്ന ആള്. ഇൻഫർമേഷൻ, അതായത് ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ ഉള്ള നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കും. അതാണ് ജീൻ എന്ന് ഓർത്ത് വെക്കുക. ഈ പുസ്തകത്തിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആ പുസ്തകം എങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ടീച്ചർമാർക്ക് തപ്പിത്തരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, ആ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? അതേപോലെയാണ് ജീന്. ഓക്കെ, ഒരു കോളേജിൽ, ഒരു സ്കൂളിലെ ഓഫീസിന്റെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് വിചാരിക്കുക. ഈ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിന്റെ ഓഫീസിന്റെ ഉള്ളിൽ ഈ കാർ എങ്ങനെ കൂട്ടി യോജിപ്പിക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു പസിൽ ആലോചിക്കുക. പസിൽ ഇങ്ങനെ വെക്കുമല്ലോ നമ്മൾ. ഈ പസിൽ ഉണ്ടാക്കുക എങ്ങനെയാ? വെറുതെ അങ്ങനെ കുത്തിക്കയറ്റി വെക്കില്ല. ആ പസിൽ എന്താണ് ആ പസിൽ എന്നുള്ളത് ആദ്യം ഓൾറെഡി തരും. അതിനനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ആ ഒരു ഷീറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. അതുണ്ടെങ്കിൽ പരിപാടി നടക്കുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ പണിയെടുക്കണം. അതാണ് ജീനിന്റെ പണി. ഓക്കെ, ഇനി പ്രോട്ടീൻ നിർമ്മാണം എന്താണ്, എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് പറയാം. ഈ വയലറ്റ് കളറിലുള്ള ഈ ഉണ്ടല്ലോ, ഇത് ന്യൂക്ലിയസ് ആണേ. ഇത് ന്യൂക്ലിയസ് ആട്ടോ, ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസിന്റെ പുറം വശമാണ് കേട്ടോ. ഇത് ന്യൂക്ലിയസ്, ബാക്കിയൊക്കെ പുറം വശമാണ്. അത്ര ഓർത്ത് വെക്കാം. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആരുള്ളത്? ന്യൂക്ലിയസിന്റെ ഉള്ളില് ആണ്, ക്രോമസോമിന്റെ ഉള്ളിലാണ് DNA ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ DNA-യിലാണല്ലോ ജീൻ ഉള്ളത്. ജീനാണല്ലോ എല്ലാത്തിന്റെ മെയിൻ. ഓക്കെ, ഈ ജീനിന്, ഈ DNA-ക്ക് ഈ ഓക്കെ, പ്രോട്ടീൻ ഉണ്ട്. എത്ര ഓർത്ത് വയ്ക്കുക? പ്രോട്ടീൻ ഉണ്ടാക്കല് ന്യൂക്ലിയസിന്റെ പുറത്താണ്. പ്രോട്ടീൻ ഉണ്ടാക്കല് ഇതിന്റെ ഉള്ളിൽ, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. കോളേജിന്റെ, സ്കൂളിന്റെ ഓഫീസിന്റെ ഉള്ളിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പുസ്തകമൊക്കെ മറിച്ച് നോക്കി അവിടെ നിന്ന് ഹോംവർക്ക് എഴുതോ? ഇല്ല, എല്ലാ പരിപാടിയും ഓഫീസിന്റെ പുറത്താണ് അല്ലെ? ഓഫീസിന്റെ ഉള്ളിൽ ഭയങ്കര എന്താ പറയുക, ആർക്കും കയറാൻ പറ്റാത്ത അല്ലെങ്കിൽ ലോക്ക് ഇട്ട് പൂട്ടുന്ന ഒരു സേഫ് ആണ്. നിങ്ങൾ പരീക്ഷ പേപ്പർ എല്ലാം വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അതിന്റെ ഉള്ളിൽ കയറുന്ന ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു പണി അതിന്റെ ഉള്ളിൽ നടക്കൂല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പോകുക, അതിന്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ റെഫർ ചെയ്യുക, അത് വേറെ ഏതെങ്കിലും ബുക്കിൽ എഴുതിയെടുക്കുക, പുറത്ത് വരിക അല്ലെ? അവിടെ നിന്ന് ഇപ്പോൾ ഒരു കുട്ടീന്റെ ഡീറ്റെയിൽസ് ഒരു ടീച്ചർക്ക് എടുക്കണം. ഓഫീസിന്റെ ഉള്ളിൽ പോകണു, മറിച്ച് നോക്കണു, നിങ്ങളുടെ ഡീറ്റെയിൽസ് കണ്ടു, അത് ടീച്ചർ വേറൊരു പേപ്പർക്ക് എഴുതിയെടുക്കുന്നു, ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു, ഓഫീസ് പൂട്ടുന്നു, തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നിട്ട് ആ ഡീറ്റെയിൽസ് ആർക്കാണോ പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കണം.
ആ സെയിം സാധനമാണ് ഇവിടെ നടക്കുന്നത്. ന്യൂക്ലിയസ് ആണ് ഓഫീസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കയറി വലിയ പണിയൊന്നുമില്ല. ന്യൂക്ലിയസിന് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരാൾ ടീച്ചർ വന്നിട്ട് പുറത്തേക്ക് നിങ്ങൾക്ക് സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അല്ലെ? സെയിം സംഭവമാണ്. പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ജീൻ എന്തെങ്കിലും ഇൻഫർമേഷൻ തരണ്ടേ? ജീനിന്റെ വായന എന്തെങ്കിലുമൊക്കെ വന്നാലല്ലേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം ജീന് മെയിൻ ആണല്ലോ, ജീൻ VIP ആണല്ലോ, ജീൻ അവിടെ പുറത്തേക്കൊന്നും വരില്ല. അതുകൊണ്ട് mRNA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അല്ലെ? നമ്മളെ ടീച്ചറിന്റെ പേരാണെന്ന് ഓർത്തോ. mRNA ഓഫീസിൽ നിന്ന് സാധനം നിങ്ങൾക്ക് എടുത്തിരുന്ന ടീച്ചറിന്റെ പേരാണ് mRNA. M സ്റ്റാൻഡ്സ് ഫോർ മെസ്സഞ്ചർ. മെസ്സഞ്ചർ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആള്. അപ്പൊ ടീച്ചർ mRNA എന്ന് പേരുള്ള ടീച്ചർ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കയറുന്നു, ജീൻ തരുന്ന ഇൻഫർമേഷൻ വാങ്ങുന്നു, പുറത്തേക്ക് ആ ഇൻഫർമേഷൻ കൊണ്ടുവരുന്നു. അതാണ് mRNA പണി. ഓക്കെ, mRNA പണി എന്താ? ഈ DNA ഇൻഫർമേഷൻ, ആ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ട ഇൻഫർമേഷനെ ഇവിടെ നിന്ന് കണ്ടോ, mRNA മെസ്സഞ്ചർ mRNA ഇവിടെ നിന്ന് കണ്ടോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ളതിനെ മാത്രം എടുത്ത് പുറത്തു കൊണ്ടുവന്നു. ഇതാണ് ആ സാധനം. ആവശ്യമുള്ളതിനെ മാത്രം എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു, ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. ന്യൂക്ലിയസിന്റെ പുറത്താണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? റൈബോസോം ഉണ്ട്. റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. റൈബോസോം ന്യൂക്ലിയസിന്റെ പുറത്തുള്ള റൈബോസോമിലാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. അടുത്തതാണ് tRNA. ഓക്കെ, tRNA. അടുത്തത് ഇത് കണ്ടോ, ഇതാണ്, ഇതിന്റെ പേരാണ് T ഷേപ്പാണ്. ഇത് കണ്ടോ, ഇതാണ് tRNA, ഒരു T ഷേപ്പാണ്. ഈ tRNAന്റെ പണി ഈ ന്യൂക്ലിയസിന്റെ പുറത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഒരുപാട് അമിനോ ആസിഡ് ഇതാണ് അമിനോ ആസിഡ്. ഇത് ഒറ്റയ്ക്ക് നിന്ന അമിനോ ആസിഡ് ഇവരിങ്ങനെ കൂടിച്ചേർന്ന് ഒരു മാലയായി കഴിഞ്ഞാൽ ഇതിപ്പോ പ്രോട്ടീനായി. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അമിനോ ആസിഡ് മുത്തെല്ലാം കൂടെ ഒരു നൂലിൽ കോർത്ത മുത്തുമാല. അമിനോ ആസിഡ് എന്തായിട്ട് മാറി? മുത്തുമാലയായി, പ്രോട്ടീനായിട്ട് മാറി. ഓക്കെ, ഒറ്റയ്ക്ക് കിടക്കുമ്പോ അതൊരു മുത്താണ് അല്ലെ? നൂലിൽ കയറ്റി കഴിഞ്ഞാൽ അത് മാലയായി, കഴുത്തിൽ കെട്ടാം. അതേപോലെയാണ് പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അപ്പൊ ആര്? അമിനോ ആസിഡ്. പ്രോട്ടീൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ എന്ന് പറഞ്ഞ ചുമര് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടിക വേണം. ഓക്കെ, അപ്പം ഈ ന്യൂക്ലിയസിന്റെ പുറത്ത് കണ്ടോ, ഈ നോക്കി അമിനോ ആസിഡ് പറഞ്ഞാൽ കേൾക്കാത്ത സാധനത്തുണ്ട്. ഇതിങ്ങനെ നടക്കുക പല വഴി കൂടെ. ഈ അമിനോ ആസിഡ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് റൈബോസോമിൽ ഇട്ട് കൊടുക്കുന്ന ആളാണ് tRNA. ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. തെണ്ടി നടക്കുന്ന അമിനോ ആസിഡിനെ പിടിച്ചെടുത്ത് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങോട്ട്? റൈബോസോമിലേക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ്, ഈ റൈബോസോമിന്റെ ഉള്ളില് rRNA എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്. റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNAയുടെ പണി tRNA, ട്രാൻസ്ഫർ RNA കൊണ്ടുവരുന്ന മുത്തെടുത്ത് കോർക്കലാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ എന്തായി? മാലയായി, പ്രോട്ടീനെ ഉണ്ടാക്കും. ഈസി, സിമ്പിൾ പരിപാടി. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു മാല ഉണ്ടാക്കണം. ഇതുവരെ മനസ്സിലാവാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരു മാല ഉണ്ടാക്കണം. മാല ഉണ്ടാക്കാൻ ഏത് കളർ മുത്ത് വേണം, ഏത് കളർ നൂലെടുക്കണം അല്ലെ? അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതൊക്കെ നിങ്ങൾ ടീച്ചർ പറഞ്ഞു തരണം. ഈ ടീച്ചർ പറഞ്ഞു തരാൻ ഇൻഫർമേഷൻ ഒക്കെ എങ്ങനത്തെ മാല ഉണ്ടാക്കണം, എങ്ങനത്തെ മുത്ത് വേണം എന്നൊക്കെ പറഞ്ഞു തരാനുള്ളതൊക്കെ ഓഫീസിന്റെ ഉള്ളിലാണ്. ടീച്ചർ ഓഫീസിൽ പോയി ഒരു പുസ്തകം നോക്കി, ഇങ്ങനെയൊക്കെയാണ് മാല ഉണ്ടാക്കേണ്ടത്, ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നിങ്ങളെ പേര് അമൃതയാണ് വിചാരിച്ചോ, കാണുന്ന അമൃതകളൊക്കെ ചിന്തിച്ചോളൂ. നിങ്ങളെ പേര് അമൃതയാണെന്നുണ്ടെങ്കിൽ അമൃതയ്ക്ക് വേണ്ട മാല ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ടീച്ചർ അതൊരു പേപ്പറിൽ എഴുതിയെടുത്തു. ടീച്ചറുടെ പേരാണ് mRNA, മെസ്സഞ്ചർ RNA. ഓഫീസാണ് ന്യൂക്ലിയസ്. ടീച്ചർ ഇത് എഴുതിയെടുത്തു, ന്യൂക്ലിയസിന് പുറത്ത് വന്നു. അത്രേ ഉള്ളൂ ടീച്ചറുടെ പണി. ഇൻഫർമേഷൻ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുത്തുമാല അവിടെ ഇങ്ങനെ പരന്നു കിടക്കാണ്. ഇത് ട്രാൻസ്ഫർ RNAക്കാണ് കൊടുക്കുക, tRNAക്കാണ് കൊടുക്കുക. ടീച്ചർ mRNA മാല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് tRNAനോട് പറഞ്ഞു. tRNA മുത്ത് തിരഞ്ഞ് നടക്കുകയാണ്. ഓക്കെ, മുത്തെടുത്തിട്ട് tRNA ഇങ്ങോട്ട് കൊണ്ടുവന്നു, റൈബോസോമിക്ക് കൊണ്ടുവന്നു. റൈബോസോമിൽ ആരുണ്ട്? rRNA ഉണ്ട്. ഓക്കെ, റൈബോസോമൽ RNA അവിടെ ഇരുന്ന് എന്താണ്? മുത്ത് കോർക്കാണ്. മുത്ത് കോർത്ത് എന്തായി? ഇപ്പൊ പ്രോട്ടീൻ ഉണ്ടായി. ഇത് ഉണ്ടാവണ അമിനോ ആസിഡ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? മാലയായി കഴിഞ്ഞാൽ പ്രോട്ടീനായി. ഇതിനെയാണ് നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയാം. ഓക്കെ, ഈ പ്രോട്ടീൻ സിന്തസിസിനെ പണി കഴിഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ, ന്യൂക്ലിയസിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ട്രാൻസ്ലേഷൻ.
ട്രാൻസ്ക്രിപ്ഷൻ, മലയാളം അപ്പുറത്തിന്റെ മലയാളംകാരെ ഓടി പോണ്ട. ട്രാൻസ്ക്രിപ്ഷൻ ഒന്നെന്താണ്? mRNA is formed from a specific nucleotide sequence in DNA with the help of various enzyme. mRNA is formed from a specific nucleotide sequence in DNA. അവിടെ നിന്ന് mRNA ഉണ്ടായി. mRNA ഈ മെസ്സേജ് എടുത്തിട്ട് ന്യൂക്ലിയസിനെ പുറത്ത് കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ. mRNA ജനിച്ചു, mRNA അവിടെ നിന്നുള്ള മെസ്സേജ് എല്ലാം കൂടെ എടുത്തിട്ട് ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വന്നു. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ mRNA ഇത് കൊണ്ടുപോയിട്ട് tRNA കൊടുത്തത്. tRNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു റൈബോസോം. ആവശ്യമുള്ള റൈബോസോമിനെ tRNA പെറുക്കിയെടുത്തിട്ട് കൊണ്ടുകൊടുക്കും, റൈബോസോമിക്ക് കൊണ്ടുകൊടുക്കും അമിനോ ആസിഡിനെ tRNA എടുത്തിട്ട്. ബേസ്ഡ് ഓൺ മെസ്സേജ് ഇൻ ദ mRNA ദാറ്റ് ഹാസ് റീച്ച്ഡ് ദ റൈബോസോം ഫ്രം ന്യൂക്ലിയസിൽ നിന്ന് കിട്ടിയ മെസ്സേജ് അനുസരിച്ചിട്ടാണ്, വെറുതെ തോന്നിയ മാതിരി ചെയ്യൂല. ദി rRNAs which are part of ribosome combine amino acids to make a protein. അവിടെ ഇരിക്കുന്ന rRNA മുത്തുകോർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ട്രാൻസ്ക്രിപ്ഷനും കഴിഞ്ഞു, ട്രാൻസ്ലേഷനും കഴിഞ്ഞു. മലയാളം വായിച്ചുതരാം. പ്രോട്ടീൻ നിർമ്മാണം, ട്രാൻസ്ക്രിപ്ഷൻ. DNA ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. mRNAയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ. mRNA ഉണ്ടായി. ട്രാൻസ്ലേഷൻ ആണെങ്കിലോ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ എത്തിയ mRNA. നിങ്ങൾ മനസ്സിലൊക്കെ വിചാരിക്കണേ, mRNAയിൽ സന്ദേശം അനുസരിച്ച് tRNAകൾ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കും. കഴിഞ്ഞു. മനസ്സിലാകാത്തൊരു ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ടോ, അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെ. റൈബോസോമിന്റെ ഭാഗമായ RNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. മാലുണ്ടാക്കി. സെറ്റ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഈ പാഠത്തില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇരുന്നത്, അത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടി. ഇനി ഈ ചിത്രം തന്നിട്ട് ഇത് ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇതാണ് mRNA. T മാതിരി ഇരിക്കുന്നത് കണ്ടോ, ഒരു T പോലെ ഇരിക്കുന്നുണ്ട്. ഇത് tRNA, കൺഫ്യൂഷൻ ആവരുത്. ഇത് ലാസ്റ്റത്തെ rRNA. rRNA അവിടെ വെറുതെ ഇരുന്ന് മാല കോർത്ത് കളിക്കില്ല, അതുകൊണ്ടാണ് rRNA തടിച്ചിങ്ങനെ ഇരിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് rRNA കുറച്ച് വലുത്. ഓക്കെ, rRNA എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, ഇരുന്ന് ഫുഡ് iങ്ങനെ കഴിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ rRNA വലുതായി. mRNA പണിയെടുത്ത് പാവം കണ്ടോ, mRNA പണിയെടുക്കണേ. അപ്പൊ ഒരു നൂല് പോലെയുള്ളത് mRNA, T ഷേപ്പിലുള്ളത് tRNA, മറ്റേത് rRNA. ഓക്കെ, ക്യാരീസ്. ഇനി mRNA പണി എന്താ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി എഴുതാൻ കേട്ടോ. mRNA എന്താ? ക്യാരീസ് ജനറ്റിക് ഇൻസ്ട്രക്ഷൻ ഫ്രം DNA ഇൻ ദ സെൽ ന്യൂക്ലിയസ് ടു റൈബോസോംസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, പിന്നെ മറ്റേത് സൈറ്റോപ്ലാസം ആണ്. റൈബോസോമൊക്കെ സൈറ്റോപ്ലാസത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, tRNA പണി ഇറ്റ് റീഡ്സ് ജനറ്റിക് കോഡ് ക്യാരീഡ് ബൈ മെസഞ്ചർ RNA. മെസഞ്ചർ RNA mRNA കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊടുക്കുന്നു, അതെടുക്കുന്നു ആൻഡ് ഡെലിവേഴ്സ് ദ കറക്റ്റ് മാച്ചിങ് അമിനോ ആസിഡ് ടു റൈബോസോം. അവിടെ ഇങ്ങനെ പോയിട്ട് മുത്തിങ്ങനെ തരയും, മുത്ത് പെറുക്കിയെടുത്തിട്ട് ആർക്ക് കൊടുക്കും? റൈബോസോമിന് കൊടുക്കും. ബിൽഡിംഗ് എ ഗ്രോവിംഗ് പ്രോട്ടീൻ ചെയിൻ. അങ്ങനെ പ്രോട്ടീൻ ഉണ്ടാവും. ലാസ്റ്റ് വൺ rRNA, ദ പ്രൈമറി കോമ്പണന്റ് ഓഫ് ദ റൈബോസോം, ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ്. അമിനോ ആസിഡുകളെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ ഒരു പശ വേണം. ഓക്കെ, അങ്ങനെ കൂട്ടി യോജിപ്പിക്കാനും കൂടെ സഹായിക്കുന്ന ആളാണ് rRNA. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ പറയില്ല ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾ കാരണക്കാരനായിട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ് ഒക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വരിക. ഓക്കെ, വൈ ഡു യു ലുക്ക് സിമിലർ ടു യുവർ പാരന്റ്സ്? എന്താ നിങ്ങൾ അച്ഛൻ്റെ അമ്മേന്റെ അതേപോലെയാണ്, നിങ്ങൾ ഓരോ കുട്ടികളായതുകൊണ്ടില്ലേ, അല്ലാണ്ട് ഇപ്പൊ എന്താ? അതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. പഠിക്കാം. കുറച്ചധികം ഉണ്ട് അല്ലേ. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം, വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങൾ. ചെറിയ 2 വാക്കാം. എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ? Heredity refers to the transmission of characteristics from parent to their offspring. പാരമ്പര്യം, നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് സംഭവങ്ങളുണ്ടാവും. പാരമ്പര്യമായിട്ട് കിട്ടുന്ന സാധനമാണ് ഷുഗർ. പാരമ്പര്യമായിട്ട് ഇവിടെ എല്ലാവർക്കും കഷണ്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആ സാധനം തന്നെ. പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് തലമുറയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അല്ലെ. നല്ല സാധനം ഒന്നും അങ്ങനെ കിട്ടൂലല്ലേ. വേരിയേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ പറയില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് സ്വഭാവം എടുക്കുമ്പോൾ വീട്ടുകാർ ഇങ്ങനെ പറയില്ല, ഇത് എവിടെന്ന് ആരുടെ സ്വഭാവമാണാവോ, കുടുംബത്തിൽ ആർക്കും ഇതുവരെ ഇങ്ങനത്തെ സ്വഭാവം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയില്ലേ, അതാണ് വേരിയേഷൻ. അപ്പൊ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേട്ട സ്വഭാവം ഇവിടെ ആർക്കും ഇല്ല എന്നൊക്കെ വീട്ടുകാർ പറയുകയാണെങ്കിൽ അതാണ് അമ്മ, അതാണ് അച്ഛ, അതാണ് വേരിയേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. വേരിയേഷൻ ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ് സ്പ്രിംഗ് ദാറ്റ് ഡിഫർ ഫ്രം ദിയർ പാരന്റ്സ്. അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ. ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരന്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. വീട്ടുകാരുടെ തലയ്ക്ക് ഇട്ട് കൊടുക്കുക. ഹെറിഡിറ്റിക്കും പാരമ്പര്യത്തിനും വ്യതിയാനങ്ങൾക്കും കാരണം എന്താണ്? വീട്ടുകാരുടെ നിന്ന് കിട്ടിയ ജീൻസ് ആണ്. ആരാണോ അച്ഛനും അമ്മയും ഓരുടെ നിന്ന് കിട്ടിയ ജീൻസ് ആണ് ഈ പാരമ്പര്യത്തിനും വ്യതിയാനത്തിനും എല്ലാം കാരണം. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്.
ഓക്കെ. ഇനി പണ്ട് കാലത്ത് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ജീവിച്ചിരുന്നു. അയ്യോടാ, ഞാൻ മെൻഡലിന്റെ ഫോട്ടോ സ്ലൈഡിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. നല്ല ടീച്ചറിലെ മറവിയുണ്ട്. ഞാൻ മെന്റലിന്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പോയിട്ട് മെന്റലെല്ലാം കണ്ടുപിടിച്ചോണ്ട് കേട്ടോ. ഗ്രിഗർ ജൊഹാൻ മെന്റൽ, ഇദ്ദേഹത്തിനെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയും. ഫാദർ ഓഫ് ജെനറ്റിക്സ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്? ഗ്രിഗർ ജൊഹാൻ മെന്റൽ. പാവം, അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലം മുഴുവൻ പയറ് ചെടികളിൽ പരീക്ഷണം നടത്തിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് എന്താണ് ജെനറ്റിക്സ്, എന്താണ് ജീന്, ഇതിന്റെയൊക്കെ പണി എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അച്ഛൻ്റെ അമ്മേന്റെ അതേപോലെ ഇരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കാരണം ഇദ്ദേഹമാണ്, ഗ്രിഗർ ജൊഹാൻ മെന്റൽ. അദ്ദേഹം ഒരു പള്ളിയിലച്ഛനായിരുന്നു. ഓക്കെ, കുറെ മുന്നേ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പയറ് ചെടികളിൽ പരീക്ഷണം നടത്തി. പൈസം സറ്റൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്, പൈസം സറ്റൈവം എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിലുള്ള പയറ് ചെടികളിൽ 1856 അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന പള്ളിയിലെ ബാക്കത്തെ ഗാർഡനിൽ, മൊണാസ്ട്രിന്റെ ഗാർഡനിൽ അദ്ദേഹം പയറ് ചെടി കൃഷി ചെയ്യാണ് ചെയ്തത്. പയറ് ചെടി തെരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വേഗം പൂവിട്ട് ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു ജീവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ജീവിന്റെ ഒരു ഫുൾ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പഠിക്കണം നമ്മൾ. അപ്പോൾ അത് ആക്യുറേറ്റ് ആവുള്ളൂ. മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പുറത്താണ് മരിക്കുമ്പോൾ നമ്മളും മരിക്കും, അല്ലേ? അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഷോർട്ട് ലൈഫ് സൈക്കിൾ, എന്തുകൊണ്ടാണ് പയർ ചെടി എടുത്തത് പറഞ്ഞാൽ ഷോർട്ട് ലൈഫ് സൈക്കിളുള്ള ഒരു ചെടി എടുക്കുന്നത്. 3 മാസം കൊണ്ട് ഒരു പയർ ചെടിന്റെ പരിപാടി തീരുമല്ലോ. അത് വിത്ത് മുളച്ച് പൂ വിരിഞ്ഞ് കായ പറിച്ച് കായ കുച്ചിടാനാവും, അല്ലെ? വിത്ത് കുച്ചിടാനാവും. അങ്ങനെ അതുകൊണ്ടാണ് പയർ ചെടി എടുത്തത്. ഈ പയർ ചെടിയിൽ ഇദ്ദേഹം വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ ചെയ്തു. അതായത് ആദ്യം എന്താ അദ്ദേഹം ചെയ്തത് വെച്ചാൽ ഈ പയർ ചെടീനെ പ്യുവർ ആക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊക്കെ മിക്സാ. നമ്മുടെ ഇപ്പൊ പല കാസ്റ്റിലുള്ള, പല രാജ്യത്തു നിന്നുള്ള, അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള പല എന്താ പറയാ ജനറ്റിക് കോമ്പണൻസിലെ വ്യത്യസ്തമുള്ള പല റേസിലുള്ള, അല്ലെ? അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ നമ്മള് എന്താ പറയാ പ്യുവർ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത്, പ്യുവർ എന്ന് പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ പ്യുവർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ഒരു ഭയങ്കര, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭയങ്കര ടോളായിട്ടുള്ള കുറെ പയർ ചെടിയുണ്ട്. നല്ല ഉയരം വെക്കുന്ന വള്ളിട്ടോ, വള്ളിയാണ് പയർ എന്ന് ഓർക്കണേ, മരം എന്നല്ലേ. ഉയരത്തിൽ പോകുന്ന പയർ ചെടികളുണ്ട്. ഉയരത്തിൽ നീളം വെച്ചിട്ട് നല്ല നീളത്തിൽ വളരുന്നത്, അല്ലാതെ അധികം വള്ളി പോവാത്ത പയർ ചെടികളും ഉണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടത് ഉയരത്തിൽ പോകുന്ന പയർ ചെടികൾ പ്യുവറായിട്ടും, അതേപോലെ ഉയരം കുറഞ്ഞ പയർ ചെടികൾ പ്യുവർ ആയിട്ടുള്ളതായിരുന്നു വേണ്ടത്. അതായത് മിക്സ് ആവരുത്. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞ പയർ ചെടി കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന മിക്സ് വേണ്ട, നല്ല പ്യുവർ ആയിരിക്കണം. അപ്പൊ അതായത് ഇതിന്റെ മുന്നത്തെ അച്ഛച്ചന്റെ അച്ഛനും ഒക്കെ നീളമുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ ഇപ്പൊ ചെറിയ വലിപ്പം കുറഞ്ഞ പയർ ചെടികളാണെങ്കിൽ അതിന്റെ മുന്നത്തെല്ലാം ഒരു 10 തലമുറ മുന്നുള്ളത്, 10 തലമുറ പറഞ്ഞാൽ പയർ ചെടി ആകുമ്പോൾ 2 കൊല്ലം അങ്ങനെ ഉണ്ടാക്കിയത് എന്ത് ചെയ്യണം? ഒക്കെ എന്തായിരിക്കണം? ചെറുതുമായിരിക്കണം. അങ്ങനെ ഇദ്ദേഹം പരസ്പരം പോളിനേറ്റ് ചെയ്ത്, സെൽഫ് പോളിനേഷൻ ചെയ്ത് നല്ല ഉയരമുള്ള പ്യുവർ ആയിട്ടുള്ള പയർ ചെടീനെ ഉണ്ടാക്കി, ഉയരം കുറഞ്ഞ പ്യുവർ ആയിട്ടുള്ള പയർ ചെടീനെ ഉണ്ടാക്കി. ഇദ്ദേഹത്തിന് അറിയേണ്ടത് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും കൂടി ചേർന്നാൽ ഇടനടു കിട്ടുമോ ഇല്ലേന്നായിരുന്നു. നീളല്ല അച്ഛൻ, നീളം കുറഞ്ഞമ്മ. നിങ്ങൾ ഇടനടുവാണോ നീളം കൂടുതലാണോ നീളം കുറവാണോ? ഇതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ആദ്യം ഇദ്ദേഹത്തിന് ഭയങ്കര പ്യുവറാക്കി. കാരണം എന്തിനാണ് പ്യുവറാക്കിയത്? അച്ഛൻ, മുത്തച്ഛൻ, മുതുമുത്തച്ഛനൊക്കെ നീളം കൂടിയത്, മുതുമുത്തച്ഛനൊക്കെ നീളം കുറഞ്ഞ ആൾക്കാര്. ഇങ്ങനെ ആക്കി കഴിഞ്ഞ് ഇവർ ഭയങ്കര പ്യുവറാവും. അതായത് കാലങ്ങളായിട്ട് ഇവർ നീളം കൂടിയത് നീളം കുറഞ്ഞ ആൾക്കാരുള്ള തലമുറയാണ്. ഇവര് പിന്നെ ഇയാൾ എന്ത് ചെയ്തു? ഇദ്ദേഹം ക്രോസ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത്. ഇതിന്റെ സമ്മറിയൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതായത് വായിച്ചുതരാം. ജെനറ്റിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ജെനറ്റിക്സ്, ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. മെന്റലിന്റെ പരീക്ഷണം 1856 തുടങ്ങി. അദ്ദേഹം പയർ ചെടികളിൽ വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ പരീക്ഷണം ചെയ്തു. Focused on 7 specific characters such as color of the flower, shape of the seed, etc. ഇദ്ദേഹം 7 ക്യാരക്ടർ വെച്ച് പരീക്ഷണം ചെയ്തിട്ടുണ്ട്. കുറെ വർഷം എടുത്തിട്ടുണ്ട്. നീളം, പയർച്ചെടിന്റെ നീളം, പൂവിന്റെ കളറ്, പല കളറിൽ പയർച്ചെടിന്റെ പൂവുണ്ട്, അതിന്റെ വിത്തിന്റെ ഷേപ്പ്, ചുരുണ്ട വിത്താണോ ചുങ്ങിയ വിത്താണോ നല്ല ക്ലിയർ വിത്താണോ, അങ്ങനെയൊക്കെ ഉണ്ട്. വിത്തിന്റെ കളറ്. Based on the analysis of the experimental result, he explained that a pair of factors controls each character and represented those factors using symbols. ഇദ്ദേഹം പരീക്ഷണം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു സാധനം ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. എന്തോ ഒരു സാധനം ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദീസ് ഫാക്ടേഴ്സ് ആർ നൗ നോൺ ടു ബി ജീൻ. അന്നത്തെ കാലത്തെ ഇതെന്താ നോക്കണം, 1856 അന്ന് ആരും ജീനിനെ കുറിച്ചൊന്നും വേറെ പരിപാടികളുണ്ടെന്ന് ഓർക്ക്. അന്ന് ജീനിനെ കുറിച്ച് പരീക്ഷ നടത്തുന്ന ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനത്തിന് ജീനാണെന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹവും മരിച്ചു കുറെ കാലം കഴിഞ്ഞിട്ടാ. ജീൻ എന്ന് പറഞ്ഞ പേരോ അതെന്താണെന്നും മൈക്രോസ്കോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, മൂപ്പർക്ക് അറിയില്ല. എന്തോ ഒരു സാധനം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫാക്ടർ എന്നാണ് മൂപ്പർ അതിനെ വിളിച്ചത്.
ഓക്കെ, കൺക്ലൂഷൻസ് ആർ ഗ്രിഗർ മെൻഡൽസ് കൺക്ലൂഷൻസ് ആർ നോൺ ആസ് ദ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇദ്ദേഹം ഫാക്ടർ എന്നാണ് അന്ന് ജീനിനെ വിളിച്ചത്. അത് ജീനാണെന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഇതിനിപ്പോ വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. 2 ലോ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് ഓരോന്ന് പഠിക്കാം. കുറച്ച് ലോസ് ഉണ്ട്, നമുക്ക് 2 പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇത് ജസ്റ്റ് ഒരു ടൈം ലൈൻ ആണ്, നിങ്ങളെ ടെക്സ്റ്റിൽ 2 പേജായിട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംഭവം മനസ്സിലാൻ വേണ്ടിയിട്ട് തന്നേ ഉള്ളൂ. 1865 അദ്ദേഹം ഈ പരീക്ഷണം ഫുള്ള് ചെയ്തിട്ട് എക്സ്പെരിമെന്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീസിസ് ആക്കിയിട്ട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി അറ്റ് ബ്രൂണോയിൽ അദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തിട്ടോ 1865. ആരത് മൈൻഡ് ചെയ്തില്ല. കാരണം അന്നത്തെ കാലത്ത് മൂപ്പരോട് ഇത് എന്താണ് ഒരു സാധനം നല്ലേ ഫാക്ടർ എന്നാണ് പറഞ്ഞത്, എന്താണ് ഈ ഫാക്ടർ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം കൊടുക്കാൻ മൂപ്പർക്കില്ല. അതേപോലെ അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഒരു കണക്കൊക്കെ മാറ്റിയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി അങ്ങോട്ട് വരച്ച് അങ്ങനെയൊക്കെ ഒരു കണക്കിന്റെ രൂപേണയാണ് അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ബയോളജി, ഞാനൊക്കെ ബയോളജി എടുത്തത് തന്നെ എനിക്ക് കണക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇഷ്ടമില്ല, പഠിക്കാൻ ഇഷ്ടമില്ല. അന്നത്തെ ബയോളജിസ്റ്റ് അങ്ങനെ ഇതിന്റെ പോലെ ഇരുന്ന് തോന്നുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ, ഇവരിത് കണക്കൊക്കെ ആയതുകൊണ്ട് ഇത് എന്ത് തേങ്ങയെന്ന് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്തില്ല. ഓക്കെ, അവര് ഇതിന് കൊടുക്കേണ്ട അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അദ്ദേഹം പിന്നെ കുറച്ചു കാലം എക്സ്പെരിമെന്റ് ചെയ്തു. പിന്നെ കുറെ കഴിഞ്ഞ് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് എല്ലാം നിർത്തി പള്ളിയിൽ ഭയങ്കര എന്താ പറയുക ഹയർ പ്രീസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഹി പാസ്ഡ് അവേ. 1884 ഹി പാസ്ഡ് അവേ, മെന്റൽ പാസ്ഡ് അവേ. 1900s എന്താ സംഭവിച്ചത്, ഹ്യൂഗോ ഡേവ്രിസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെന്റൽ റിസർച്ച്. അദ്ദേഹം മരിച്ചു ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഓക്കെ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 16 വർഷം കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ഹ്യൂഗോ ഡേവ്രിസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് ഒക്കെ ഇത് ഒരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ച് അവര് മൂപ്പരുടെ മെന്റലിന്റെ പരീക്ഷണം വീണ്ടും റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മെന്റൽ എന്ന് പറഞ്ഞതൊന്നും മണ്ടത്തരല്ലായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് മനസ്സിലായത്.